കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകും. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ തങ്കി ലാലനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ തങ്കി ലാലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് അരോമ ടിവിയിൽ കൂടെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനെയും അരോമ ടിവിയെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ UK-യിൽ ഇംഗ്ലണ്ടിൽ സ്റ്റോക്കോൺ ട്രെൻഡ് എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് തങ്കി ലാലൻ എന്നാണ്. പാസ്റ്റർ മുമ്പേ പറഞ്ഞല്ലോ. ഞാൻ 2004 മുതലാണ് UK-യിൽ ജോലിക്ക് വേണ്ടി കടന്നു വന്നത്. ഞാൻ NHS ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡും എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളും ഉണ്ട്. മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. ഇളയ 2 കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊന്നിച്ച് ആയിരുന്നുകൊണ്ട് പഠിക്കുകയും ജോലിയിലും ആയിരിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിലാണ് ഈ UK-യിലേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നത്. അതിന് ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. വിവിധങ്ങളായ പ്രയാസങ്ങളൊക്കെ അതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം ദൈവം അതിശയകരമായി വഴി നടത്തി. ഇത്രത്തോളം ദൈവം സഹായിച്ചു എന്നേ പറയാനുള്ളൂ. എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു കർത്തൃദാസന്റെ മകളായി, പാസ്റ്റർ VA വർഗീസ് എന്നാണ് എൻ്റെ പിതാവിന്റെ പേര്. എൻ്റെ അമ്മയും അപ്പനും നിത്യതയിൽ വിശ്രമിക്കുന്നു. സോറി. എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ എൻ്റെ പിതാവിനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ പിതാവ് വളരെയേറെ കഷ്ടം സഹിച്ച ഒരു കർത്തൃദാസനാണ് മലബാറിലെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചെങ്കിലും തൻ്റെ കുട്ടിക്കാലം മുതൽ താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുകയും വേദപുസ്തകത്തോട് ഒന്നൊരു താല്പര്യമില്ലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഇച്ചാന്റെ, ഞങ്ങൾ ഇച്ചാച്ചി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഇച്ചാച്ചിയുടെ അപ്പച്ചൻ വേഗം തന്നെ മരിച്ചുപോയി, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഇച്ചായന് 2 ഇളയ സഹോദരന്മാരും ഒരു മൂത്ത സഹോദരിയും ഒരു ഇളയ സഹോദരിയും ഉണ്ടായിരുന്നു. എൻ്റെ ഇച്ചായന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് പാസ്റ്റർ VA തോമസ്. നിത്യതയിൽ വിശ്രമിക്കുന്നു, പലർക്കും അറിയാം. എൻ്റെ ഉപ്പാപ്പിയെ വിശ്വാസത്തിലേക്ക് നയിച്ചത് എൻ്റെ ഇച്ചായനാണ്. കാരണം എൻ്റെ ഇച്ചായൻ വിശ്വാസി വരാനുണ്ടായ കാരണം അതൊന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കടുത്ത യാഥാസ്ഥിക ചിന്താഗതി ആയിരുന്ന ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചെങ്കിലും താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കുക, അതിന്റെ ആശയങ്ങൾ പ്രദർശിപ്പിക്കുകയും തൊഴിലാളി വർഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അങ്ങനത്തെയൊക്കെ ആശയങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വല്യമ്മച്ചി കിണറ്റിൽ വീഴാൻ ഇടയായി. കിണറ്റിൽ വീണ് അതിദാരുണമായി മരണത്തോളം എത്തി. ദേഹമെല്ലാം നീര് വെച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. മരിക്കുമെന്ന് വൈദ്യന്മാരെല്ലാം പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ഒരു ചാൻസ് എന്ന പോലെ ഒരു പാവപ്പെട്ട ദേവദാസൻ വന്ന് ചോദിച്ചു, പാപ്പച്ച എന്നാണ് എൻ്റെ ചായനെ വീട്ടിൽ വിളിക്കുന്നത്, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പൊ നേരെ പറഞ്ഞു, നീ മാത്രം വന്നു, നിന്റെ ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് കയറ്റേക്കല്ല. അങ്ങനെ ആ ദൈവത്തിന്റെ ദാസൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ വല്യമ്മച്ചി കണ്ണു തുറന്നു. തന്റെ അസുഖം എല്ലാം ഭേദമായി. താൻ എഴുന്നേറ്റിരുന്നു, സംസാരിച്ചു. അത് എൻ്റെ ഇച്ചാന്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസത്തിന് കാരണമായി. എൻ്റെ വല്യമ്മച്ചിക്ക് 8 ആങ്ങളമാർക്ക് 1 പെങ്ങൾ മാത്രമാണുള്ളത്. അപ്പം വല്യമ്മച്ചി അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇച്ചാൻ വിശ്വാസത്തിലേക്ക് പോകാൻ ഇടയായി. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട്. അപ്പം വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. അതിൽ കൂടെ യേശുവിനെ കണ്ടുമുട്ടി. താൻ രക്ഷകനായി കർത്താവിനെ സ്വീകരിച്ചു. കർത്താവിന് വേണ്ടി എന്തും ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയായപ്പം അവിടെ വല്യമ്മച്ചിയുടെ ആങ്ങളമാരൊന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ തൻ്റെ 2 സഹോദരിമാരെയും 2 സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് താന് മലബാറിലേക്ക് സ്ഥലമെല്ലാം വിറ്റ് കുടിയേറിയതാണ്. അങ്ങനെ കോഴിക്കോടാണ് വന്ന് എൻ്റെ ഇച്ചായൻ താമസം ആരംഭിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഇച്ചായൻ ഈ സത്യം അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഇതിനുവേണ്ടി തീവ്രമായ ഒരു നിലയിലേക്ക് എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയണം, പരസ്യയോഗങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പം കോഴിക്കോട് ഈ ഓഞ്ഞിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ പരസ്യയോഗം നടത്തുന്ന എൻ്റെ അമ്മയുടെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ പ്രമാണിയായിരുന്നു ആ നാട്ടിലെ. കഴിഞ്ഞ 2 മാസം മുന്നേ മരിച്ചുപോയ പാസ്റ്റർ NC മാത്യുവിന്റെ മൂത്ത പെങ്ങളാണ് എൻ്റെ അമ്മ.
അപ്പൊ അപ്പച്ചൻ കൊടുത്ത സ്ഥലത്താണ് AGയുടെ ചർച്ചയ്ക്ക് എന്നുണ്ടായിരുന്നത്. അപ്പൊ അപ്പച്ചന് എന്റെ ഇച്ചാച്ചിയുടെ പ്രസംഗം കേട്ടിട്ട് അതിലുള്ള താല്പര്യം, അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്റെ ഇച്ചാച്ചിയെ കൊണ്ട് ഈ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. എന്റെ ഇച്ചാച്ചി വലിയ സ്വത്തുകാരനോ അങ്ങനെയൊന്നുമില്ല, സാധുവായ കുടുംബം. പക്ഷെ ഇച്ചാച്ചിയുടെ എന്റെ അമ്മയുടെ ആൾക്കാര് നല്ല സാമ്പത്തികമായി ഭയങ്കര ഉയർന്ന നിലയിലും വലിയ, അന്നൊക്കെ ഒരുപാട് കുടിയാന്മാരും അങ്ങനെ സ്വന്തം കുടിയാന്മാരൊക്കെ അവരുടെ പറമ്പിലുണ്ടായിരുന്നതാണ്. ഞാൻ ഒന്നും ഓർക്കുന്നില്ല. അങ്ങനെയാണ് എന്റെ ഇച്ചാച്ചി അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ബദേൽ ബൈബിൾ കോളേജ് പുനലൂര് പോയി പഠിച്ച് ദേവദാസനായി തീർന്നതും. എന്റെ ഉപ്പാപ്പിയും അത് നിമിത്തമാണ്. ഉപ്പാപ്പിയുടെ ചെറുപ്രായത്തിലൊക്കെ ഉപ്പാപ്പിയുടെ ഫാദർ എന്റെ ഇച്ചാച്ചിയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വല്യമ്മച്ചി അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ കഥകളൊക്കെ ഞങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉപ്പാപ്പിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും ഉപ്പാപ്പിയാണെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ഒത്തിരി ജീവിച്ച ഒരു വ്യക്തിയാണ്. ഉപ്പാപ്പിയെ ടേക്ക് കെയർ ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ഞാൻ നഴ്സിംഗ് പഠിച്ചിരുന്ന കാസർഗോഡാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അപ്പൊ അവിടെ ഉപ്പാപ്പിയെ കൊണ്ടുപോകാനും 1 മാസത്തോളം ടേക്ക് കെയർ ചെയ്യാൻ. അന്ന് കാലില്ല, കാല് മുറിച്ച് കളഞ്ഞിട്ട് അവസ്ഥയാണ്. അപ്പം ഞാൻ കുഞ്ഞിനെ കോരി എടുക്കുന്ന എന്റെ ഉപ്പാപ്പിയെ കോരി എടുത്താണ് ടോയ്ലറ്റിലോട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉപ്പാപ്പിയെ വളരെ ടേക്ക് ചെയ്യാൻ എനിക്ക് ദൈവം അവസരം തന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. അതെന്റെ ജീവിതത്തിൽ എന്റെ ഇച്ചാച്ചിയാണെങ്കിലും എനിക്ക് തണുപ്പിക്കാൻ എനിക്ക് പലപ്പോഴും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്റെ ഇച്ചാച്ചിയുടെ പേരിൽ ഒരു സ്വത്തും ഉണ്ടായിരുന്നില്ല. കാരണം സ്വത്തൊക്കെ വിറ്റെങ്കിലും അത് കുടുംബ സ്വത്ത് ഒരു ഭാഗം പോലും എന്റെ ഇച്ചാച്ചിയോ എന്റെ ഉപ്പാപ്പിയോ വാങ്ങിയിട്ടില്ല. പക്ഷെ എന്റെ നടുക്കത്തെ ഉപ്പാപ്പിയാണ് അതെല്ലാം അന്ന് പുള്ളിയുടെ പേരിലായിരുന്നു. അങ്ങനെ അവിടെ വീതമൊന്നും വെച്ചൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ചെയ്താണ് ഞങ്ങൾ കുന്നോത്ത് പറമ്പിലോട്ട് പെരിങ്കിരിയില് AG ചർച്ചിന്റെ പാഷായിട്ട് എന്റെ ഇച്ചായൻ കടന്നു വരുന്നത്. എന്റെ കുഞ്ഞുനാളില് ഞാൻ എന്റെ ഓർമ്മയെല്ലാം ആ ചർച്ചിലാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. അങ്ങനെ ഇരിക്കുമ്പം കുന്നോത്തുപറമ്പില് ഞങ്ങള് പുതിയ സ്ഥലം മേടിച്ചു. വളരെ അഭിമാനിയും അധ്വാനിയായിരുന്നു എന്റെ പിതാവ്. എന്റെ ഇച്ചാച്ചി ഒരിക്കൽ പോലും ആ സ്ഥലം വേറെ വിറ്റ് മേടിച്ചെങ്കിലും അമ്മയുടെ പേരിൽ നിന്ന് അത് മാറ്റിയില്ല. കാരണം ഇത് അമ്മയുടെ അപ്പച്ചൻ സ്ത്രീധനം കൊടുത്താണ് ഞങ്ങളുടെ സ്വത്ത്. അപ്പം എന്റെ ഇച്ചാച്ചിയുടെ പേരില് അവസാന നാളിൽ 1 ഏക്കർ സ്ഥലം, 1 ഏക്കർ 20 സെന്റ് സ്ഥലം മേടിച്ച് ആധാരം ചെയ്തു കൊടുക്കാൻ എനിക്ക് ദൈവം സഹായിച്ചു. അത് ഞാൻ കൊടുത്ത പണം കൊണ്ട് ഇച്ചാച്ചി മേടിച്ചു. അങ്ങനെ അത് മാത്രമായിരുന്നു ഇച്ചാച്ചിയുടെ പേരിൽ അവസാനം വരെ ഉണ്ടായിരുന്ന സ്വത്ത്. എന്റെ ഇച്ചാച്ചി ആരോടും ഒന്നും മേടിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള, മേടിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഉചിതമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞ പോലെ ആ ഒരു തത്വമാണ് എന്റെ ഇച്ചാച്ചി സ്വീകരിച്ചിരുന്നത്. താൻ ഒരു ദേവദാസനായി വളരെ കഷ്ടപ്പെട്ടു. അറബി, പെരിങ്കിരി, മട്ടണി, കോളിത്തട്ട് എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം കയറി ഇറങ്ങി നടന്ന് സുവിശേഷം അറിയിച്ച് അവിടെയൊക്കെ സഭകളൊക്കെ അവിടെ AGയുടെ ചർച്ച തുടങ്ങാനെല്ലാം ഒത്തിരി ഇച്ചാച്ചി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. അതൊന്നും വണ്ടിയോ കാറോ ജീപ്പോ അങ്ങനെയൊന്നും പോകുന്ന റോഡൊന്നും ഇല്ല, നടന്നാണ് കയറി പോകുന്നത് ചെറിയ ഇടവഴി കൂടെയൊക്കെ. അങ്ങനെ ചാച്ചി അവിടെ വേലയൊക്കെ ചെയ്ത് എല്ലാ ഇടങ്ങളിലും ചാച്ചി വളരെ എന്റെ ദൈവത്തിന് വേണ്ടി എന്റെ ചാച്ചിയെ ദൈവം ഉപയോഗിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനെല്ലാം സപ്പോർട്ടായി എന്റെ അമ്മയാണ്. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണെങ്കിലും എല്ലാ കഷ്ടങ്ങളിലും കൂടെ നിന്ന് കുഞ്ഞുങ്ങളെ വളർത്തും. കാരണം ഇച്ചാച്ചി കൺവെൻഷൻ പ്രസംഗത്തിനൊക്കെ ഇങ്ങനെ ദൂരദേശങ്ങളിലൊക്കെ പോകും, മദ്രാസിലും അങ്ങനെ എല്ലാം പോകും. അന്ന് കാനോച്ചന്റെ ഒക്കെ ഒന്നിച്ച് കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആളായിരുന്നു പാസ്റ്റർ VA വർഗീസും. അപ്പം അതിനുശേഷമാണ് പാസ്റ്റർ VA തോമസ് മലബാറി തിരുവിതാംകൂറിലേക്ക് മാറുകയും അവിടെ ഇങ്ങനെ കൺവെൻഷൻ പ്രസംഗമൊക്കെ ആയി തീരുകയും ചെയ്തത്. അപ്പൊ ആദ്യകാലങ്ങളിൽ എന്റെ പിതാവായിരുന്നു അങ്ങനെ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാനൊക്കെ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാനോച്ചനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒക്കെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് താമസിച്ചൊന്നും ഓർക്കുന്നില്ല. അങ്ങനെ എന്റെ കുഞ്ഞുനാളിൽ അങ്ങനെ ദേവദാസന്മാർ വരുകയും പോവുകയും ഒത്തിരി തിരക്കുള്ള. ആദ്യം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 10 മക്കളാണ് എന്റെ ഇച്ചായനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. ഏറ്റവും മൂത്ത ചേച്ചി ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ പോയി, CSI ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിച്ചു, പാസ്സായി. കഴിഞ്ഞ് സൗദി അറേബ്യക്ക് പോയി. അവിടെ തിരിച്ചു വന്ന് SIBC സദേനേഷ്യ ബൈബിൾ കോളേജിലുള്ള റവറൻഡ് യേശുദാസ് ജോർജിനെയാണ് കല്യാണം കഴിച്ചത്. ഇന്ന് അവർ രണ്ടുപേരും നിത്യതയിൽ വിശ്രമിക്കുന്നു. അതുപോലെ എന്റെ ഏറ്റവും മൂത്ത ബ്രദറും താൻ കല്യാണം കഴിച്ചിരുന്നില്ല. താൻ സൗദി അറേബ്യയിലെ ബിൻസാഗർ ലീവിലായിരുന്നു ജോലി. അതൊക്കെ നിർത്തി വന്ന് കല്യാണമൊന്നും കഴിച്ചില്ല. അങ്ങനെ 2 വർഷം മുന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകാനിടയായി. ബാക്കി ഞങ്ങൾ 8 പേരും ജീവനോടെ ഇരിക്കുന്നു. എനിക്ക് 2 ചേച്ചിമാരും ഇളയ 3 ആങ്ങളമാരും ഇളയ 2 അനിയത്തിമാരും ഉണ്ട്. ഞങ്ങള് 6 പെൺമക്കളുണ്ടായിരുന്ന 4 പേര് ഞങ്ങൾ നഴ്സുമാരായി. ഒരാൾ ഫാർമസിസ്റ്റും ഒരാൾ ലാബ് ടെക്നീഷ്യനും ആയി. പിന്നെ എന്റെ 2 ആങ്ങളമാര് അവര് LLB പഠിച്ച് ഒരാൾ ഇപ്പൊ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ഒരാള് അഡ്മിൻ ജോലി ചെയ്ത് വിദേശത്തായിരിക്കുന്നു. ഞങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിട്ടാണ് ചേറി കിടക്കുന്നത്. 2 പേര് അബുദാബിയിലുണ്ട്, ഞാൻ ഇവിടെ ആയിരിക്കുന്നു. എന്റെ ഒരു ബ്രദർ അമേരിക്കയിൽ സെറ്റിലായിരിക്കുന്നു. പിന്നെ എന്റെ ബാക്കി 3 സിസ്റ്റേഴ്സും ഒരു ബ്രദറും നാട്ടിൽ സെറ്റിലായിരിക്കുന്നു. അങ്ങനെയാണ് എന്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ.
എന്റെ കുഞ്ഞുനാളിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി നല്ല ഓർമ്മകൾ പറയാനുണ്ട്. അതുപോലെ എല്ലായ്പ്പോഴും സന്തോഷമൊന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ദേവദാസന്റെ കുടുംബമാണ്. പലപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ പോലും ഞങ്ങൾ പട്ടിണി കിടക്കാനോ പ്രയാസപ്പെടാനോ എൻ്റെ പിതാവ് ഇച്ചാച്ചി അനുവദിച്ചിട്ടില്ല. ഇച്ചാച്ചി ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളെ വളർത്തുമായിരുന്നു. ഞങ്ങൾക്ക് ചർച്ചിന്റെ വരുമാനം കൊണ്ട് അല്ല ജീവിച്ചതെന്ന് പറയാം. അങ്ങനെ എരുമയും പശുവിനൊക്കെ വളർത്തി അതിന്റെ പാലൊക്കെ വിൽക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് കശുമാവിൻ തോട്ടമായിരുന്നു മെയിനായിട്ട്. അപ്പം കശുവണ്ടിയുടെ സീസണായ ഞങ്ങളെല്ലാം പണിയെത്തേ പറ്റത്തുള്ളൂ. കാരണം വീട്ടിൽ സ്ഥിരം പണിയുന്നവരുണ്ട്, ഒത്തിരി പറമ്പുണ്ട്. അപ്പൊ അവിടെ കന്നുകാലികൾക്ക് പുല്ലിയെത്തണം, അങ്ങനെയൊക്കെ ഒത്തിരി ഞങ്ങളുടെ അവധി കുട്ടിക്കാലം മുഴുവൻ ഞങ്ങൾ പണിയെടുക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലെ പണിയും അങ്ങനെ ഞാനാണ് മെയിനായിട്ട് സാധനം മേടിക്കാനൊക്കെ പോകുന്ന കടയിലാണ്. എൻ്റെ മൂത്ത ബ്രദർ IIT പഠിച്ചിട്ട് പുള്ളി അങ്ങ് സൗദി അറേബ്യക്ക് പോയി. അങ്ങനെ ഞാനായിരുന്നു കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നിൽ നിൽക്കുന്നതിനും. ചേച്ചിമാരൊന്നും അതിന് പോകത്തില്ലായിരുന്നു, ഇളയ ആങ്ങളമാര് ചെറുതുവാ. അങ്ങനെ ഞാൻ ഒരു കഠിനാധ്വാനിയായിരുന്നു എൻ്റെ പിതാവിനെ പോലെ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കാസർഗോഡാണ് നഴ്സിംഗ് പഠിച്ചത്. ഞങ്ങൾ പോകുമ്പോൾ അത് കണ്ണൂർ ജില്ലയായിരുന്നു. 1982 ഞങ്ങൾ നഴ്സിംഗിന് പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അത് കാസർഗോഡ് ജില്ലയായിട്ട് മാറാൻ ഇടയായത്. അപ്പൊ അത് കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബോംബെയിൽ ജോലി ചെയ്യാനിടയായി. ഓൾമോസ്റ്റ് 2 വർഷം അവിടെ ആയിരിക്കുമ്പം ഒത്തിരി അനുഭവങ്ങൾ അവിടുത്തെയും പറയാനുണ്ട്. സമയം ലഭിക്കുകയാണെങ്കിൽ പിന്നെ പറയുന്നതായിരിക്കും. അതുകൂടാതെ ഞാൻ അവിടുന്നാണ് സൗദി അറേബ്യക്ക് പോയത്. സൗദി അറേബ്യയിൽ ഞാൻ 14 വർഷം ഉണ്ടായിരുന്നു. ഞാൻ 1989 ജൂണിലാണ് സൗദി അറേബ്യക്ക് പോയത്. ഞങ്ങൾ സൗദി അറേബ്യയിൽ ഈസ്റ്റേൺ പ്രൊവിൻസിലെ ദമാമിന്റെ അടുത്തുള്ള ന്യൂ കത്തീഫ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തത്. അപ്പൊ അവിടെ ആയിരിക്കുമ്പം ആണ് കുവൈറ്റ് വാർ ഉണ്ടാകുന്നത്. അപ്പോൾ വാറിന്റെ സമയത്ത് എല്ലാവരും ഭയങ്കരമായി ഭയപ്പെട്ടു. എൻ്റെ പിതാവ് അവരെല്ലാം ഭയങ്കരമായും. എൻ്റെ അമ്മ 30 ദിവസം ഫാസ്റ്റ് ചെയ്തു ആ സമയത്ത്. എന്നും കേൾക്കും യുദ്ധത്തിന്റെ വാർത്ത എന്തുണ്ടെന്ന്. കാരണം അന്ന് എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാനായിരുന്നു വീടിന്റെ മെയിൻ ഇൻകം സോഴ്സ്. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മൂത്ത ചേച്ചിയുടെ വിവാഹം നടത്തിയതും എല്ലാം ഞാനാണ്. ദൈവം അതിനെന്നെ സഹായിച്ചു എന്നേ ഉള്ളൂ. അതിനെന്നെ ദൈവം ഉപയോഗിച്ചു. എൻ്റെ അനിയത്തിമാരെ നഴ്സിംഗ് പഠിപ്പിക്കാനും എൻ്റെ അനിയന്മാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ ഇച്ചായൻ എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ ഇച്ചായനെ തണുപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇച്ചായൻ തലയെ കൈവച്ച് 10 മക്കളിൽ അനുഗ്രഹിച്ച തന്നെയാണ്. അതെനിക്കൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അത് വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമൂല്യമായി കരുതുന്ന എൻ്റെ ഇച്ചായൻ കൈ രണ്ടും എൻ്റെ തലയിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചു. അത് മറക്കാനാവാത്ത ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും തന്നെ അറിയാം എന്നെ എൻ്റെ ഇച്ചാച്ചിക്ക് ഏറ്റെടുത്തെന്ന്. കാരണം എപ്പോഴും എനിക്ക് എല്ലാ ദിവസവും കത്തെഴുതും. എല്ലാ ആഴ്ചയിലും ഒരു കത്തെന്ന പോലെ എനിക്ക് സൗദി അറേബ്യയിലോട്ട് കത്തുകൾ അയക്കും. അന്ന് കത്തുകളായിരുന്നല്ലോ, ഇമെയിൽ എയർമെയിൽ വഴി കത്ത് വരും. അതുകൂടാതെ തന്നെ എൻ്റെ ഇച്ചായൻ യുദ്ധം വന്ന സമയത്ത് എൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തൻ്റെ മേശയുടെ പുറത്തേക്ക് വെക്കും. എൻ്റെ ഇച്ചായൻ ഒരുപാട് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി വായിക്കുകയും ഒരു ചാരുകസേരയിൽ ഇങ്ങനെ കിടന്ന് ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും അതൊക്കെ ദൈവവചനം പഠിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അതിനിടയ്ക്കും ഞങ്ങളുടെ പറമ്പിലെ പണിക്ക് വേണ്ടി പോവും, റബ്ബർ വെട്ടാൻ വേണ്ടി പോവും. അങ്ങനെയൊക്കെ എൻ്റെ ഇച്ചാച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്ന എനിക്ക് ഒട്ടും സഹിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ കഴിവതും എൻ്റെ ഇച്ചാച്ചി പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കും. എന്നാലും ആ ഊർജ്ജസ്വലത വിട്ടുകളയാതെ എൻ്റെ ഇച്ചാച്ചി അങ്ങനെ തന്നെ അന്ത്യത്തോളം എല്ലാ കാര്യത്തിലും ആരെ ആശ്രയിക്കാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടായി തീരാതെ ദൈവസന്നിധി ചേർക്കപ്പെട്ടു. 73-ാമത്തെ വയസ്സിലാണ് ഇച്ചാച്ചി ദൈവസന്നിധി ചേർന്നത്. എന്നാൽ പാസ്റ്റർ വി. എ. തോമസ് എന്ന അദ്ദേഹം 48 വയസ്സ് കഴിഞ്ഞപ്പം ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അതിനുശേഷമാണ് അവരുടെ മൂത്ത പെങ്ങന്മാരൊക്കെ ദൈവസന്നിധി ചേർക്കാനിടയായി തീർന്നത്. ഇപ്പൊ ആ കുടുംബത്തില് ഇനിയും ഞങ്ങളുടെ 2 കൊച്ചമ്മമാര് മാത്രം, പാസ്റ്റർ വി. എ. തോമസിന്റെ വൈഫ് തങ്കമാമയും എലമാമ ഞങ്ങളുടെ നടുക്കത്തെ ഉപ്പാപ്പയുടെ ഭാര്യയും മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ വിവാഹം നടന്നത് സൗദി അറേബ്യയിൽ ഞാൻ ആയിരിക്കുമ്പോഴാണ്. 1993 ജനുവരി 21 വിവാഹം. ഞങ്ങളുടെ വിവാഹം നടത്തിയത് പാസ്റ്റർ PM ഫിലിപ്പ് അപ്പച്ചനായിരുന്നു. തിരുവല്ല വേങ്ങൽ IPC ചർച്ച് വെച്ചായിരുന്നു വിവാഹം. എൻ്റെ വീട് കണ്ണൂരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കണ്ണൂർ ഇരിട്ടി ആണ്. ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയിട്ട് വിവാഹത്തിന് അവിടെ താമസിച്ച അവിടുന്ന് വിവാഹം എല്ലാം കഴിഞ്ഞു. പാസ്റ്റർ വർഗീസ് മത്തായി ആയിരുന്നു അന്ന് സഭയുടെ പാസ്റ്റർ ആയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷമുള്ള ഒരു പ്രധാന കാര്യം ഞാൻ പറയാൻ പോകുന്നതെന്നു ചോദിച്ചാൽ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ജനുവരി 21 ഫെബ്രുവരി 7 ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാരണം എമർജൻസി ലീവിന് വന്നിട്ടായിരുന്നു കല്യാണം. തിരിച്ചു പോകുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു.
തിരുവനന്തപുരത്ത് നിന്ന് നേരെ ഡയറക്റ്റ് സൗദിക്ക് പോകുന്ന ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്ലൈറ്റ് വലിയൊരു ശബ്ദം കേട്ടു. അപ്പൊ എയർ ഹോസ്റ്റസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടുന്നുണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടു, കണ്ടി സീ ദാറ്റ് മസീവ് ഫയർ എന്നിങ്ങനെ. അപ്പം വിമാനത്തിന് തീ പിടിച്ചിട്ട് എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. യാത്രക്കാരെല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കറണ്ട് എല്ലാം കട്ടായി, AC ഒന്നുമില്ല, ഭയങ്കരമായിട്ട് ചൂട്. വിമാനം പറക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എന്താ സംഭവിക്കുന്നത് ആർക്കും അറിയത്തില്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും ഷൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വിമാനം താഴെ ഇറങ്ങി, പിന്നെയും തിരുവനന്തപുരത്ത് തന്നെ. അപ്പൊ പൈലറ്റ് വന്ന ഒരു നല്ല പ്രായമുള്ള മച്യൂരിറ്റി ഉള്ള ഒരു പൈലറ്റായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, നമ്മുടെ വിമാനത്തിന് ഒരു വലിയ പ്രയാസം പറ്റി, ഒരു എഞ്ചിൻ മുഴുവൻ കത്തിപ്പോയി. അപ്പൊ ഇവർ 1 മണിക്കൂർ ഇങ്ങനെ പറന്ന് ആ ഓയിൽ മുഴുവൻ അവര് വേസ്റ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിമാനം താഴെ ഇറക്കിയത്. അതുകൊണ്ട് വലിയൊരു തീപിടുത്തം ഒഴിവായി. പക്ഷെ ഞങ്ങൾ താഴെ ഇറങ്ങിയെങ്കിലും വിമാനം തുറക്കുകയോ ഞങ്ങളെ പുറത്തിറക്കുകയോ ഒന്നും ചെയ്തില്ല. രാത്രിയാണ്, വലിയ ശബ്ദങ്ങൾ കേൾക്കാം നമുക്ക്. കാരണം എന്ന് ചോദിച്ചാൽ പുറത്ത് പത്രക്കാരും ഈ നമ്മുടെ പോലീസും എല്ലാം കൂടെ ഭയങ്കര ബഹളം. കാരണം ഇത് മുഴുവൻ ഇപ്പൊ തീ പിടിച്ച് മരിക്കും എന്നുള്ള ഇതിൽ അങ്ങനെയാണ് സാധനം. വിമാനം കത്തിയാ പിന്നെ എന്റെ കുഞ്ഞനിയൻ അന്ന് ആദ്യമായിട്ട് തിരുവനന്തപുരം കാണാൻ വേണ്ടി വന്നു. അവനന്ന് MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് തിരുവനന്തപുരം കാണാൻ വേണ്ടി വന്നയാള് അടുത്ത ടിക്കറ്റിന് സ്ഥലം വിട്ടു. കാരണം വലിയ പ്രയാസമായി. എന്റെ ബ്രദറും ഞങ്ങളെ യാത്ര അയക്കാൻ വന്നവർ നോക്കി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വിമാനം കത്തിക്കൊണ്ട് ആകാശത്തിൽ കൂടെ പറക്കുന്ന ഇങ്ങനെ. അത് വലിയൊരു സംഭവമായി. ഒരു വലിയ അതിശയം എല്ലാവർക്കും തോന്നി. കാരണം ഒരു എഞ്ചിൻ മുഴുവൻ കത്തിയിട്ട് വിമാനം കത്തിപ്പോകാതെ താഴെ ഇറങ്ങാൻ ദൈവം സഹായിച്ചു. അത് ഞാൻ വിചാരിക്കുന്നു അത് ദൈവം ഞങ്ങളെ കരുതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഞങ്ങൾ സൗദി അറേബ്യ കടന്നു ചെന്ന് ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. ഞങ്ങൾ വെളി വീടൊക്കെ എടുത്ത് താമസം തുടങ്ങി. 93 ജനുവരിയിൽ വിവാഹം കഴിഞ്ഞ് 93 ഡിസംബറിൽ ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞ് ജനിക്കാനിടയായി. മൂത്ത മകന്റെ പേര് ലെവിൻ ലാലൻ എന്നാണ്. അവൻ ജനിച്ചു കഴിഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞിട്ടാണ് എൽവിൻ മോൻ ജനിക്കുന്നത്. എൽവിൻ ജനിച്ച് 1 വർഷം അതിനു മുമ്പ് 11 മന്ത് ആയപ്പോൾ ഞങ്ങൾക്ക് 3ാമത്തെ കുഞ്ഞിനെയും കൂടെ ദൈവം തന്നു. അങ്ങനെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഒത്തിരി പറയുവാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം അവിടെ ബേബി സിറ്റിങ്ങോ നമ്മുടെ പേരൻസോ ഒന്നും നമ്മളെ സഹായിക്കാനൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞ് നമ്മൾ 2 ആഴ്ചയ്ക്കകം നമ്മൾ തിരിച്ച് ജോലിക്ക് പോകണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ ഡെലിവറി ആയപ്പം എനിക്ക് വളരെ കോംപ്ലിക്കേഷനിലൂടെയൊക്കെ പോയി. അത് മെഡിക്കൽ ടേംസ് ഒക്കെ അറിയാവുന്നവർക്കറിയാം. റീറ്റെയിൻ പ്ലാസന്റ് ആയിരുന്നു. ഞാൻ ഏത് നിമിഷവും മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് തന്നെ സൈൻ ചെയ്ത് എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടാണ് പ്ലാസന്റ് റിമൂവ് ചെയ്തതൊക്കെ. അങ്ങനെ അതിഭയങ്കരമായ മരണത്തിന്റെ വക്കോളം എത്തി എന്ന് പറയാം. അവിടുന്ന് ദൈവം വിടുവിച്ചു. അങ്ങനെ ഇരിക്കെ ചെയ്ത് പിന്നെ കുഞ്ഞുങ്ങളെ എല്ലാം ഒരു ഇതൊക്കെ നോക്കി ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ എൻ്റെ മൂത്ത മോന് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വരുമ്പം അവനൊന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവനെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ബേബി സിറ്ററെ അടുത്താക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. സൗദി അറേബ്യയിൽ തന്നെ ആണെങ്കിലും നമുക്ക് അവിടെ ബേബി സിറ്റിംഗ് ഒക്കെ വീടുകളിൽ കൊണ്ട് കൊടുക്കണം കുഞ്ഞുങ്ങളെ. അങ്ങനെ ഇരിക്കെ ചെയ്ത് എൻ്റെ മോന് ചിക്കൻ ബോക്സ് വന്നു. അതുകൊണ്ട് അവനെ ബേബി സിറ്റർ അടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് 5 മണി കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. എനിക്ക് 2:30 ജോലിക്ക് എന്നെ കൊണ്ടുപോകാൻ കാർ വരും. 3 മണിയുടെ ഷിഫ്റ്റിന് കയറണം. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ചെറിയ 2 കുഞ്ഞുങ്ങളെ ബേബി സിറ്റർ എടുത്ത് കൊടുക്കാം, മോനെ കൊടുക്കാൻ എവിടെയും സ്ഥലമില്ല. അതിന് ചിക്കൻ ബോക്സും പനിയുള്ള കുഞ്ഞിനെ അവിടെ സൗദി അറേബ്യയിലെ നിയമം അനുസരിച്ച് നമുക്ക് കെയറേഴ്സ് ലീവോ ഒന്നും കിട്ടത്തില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അതിന്റെ എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് അതിശയം, ഞാൻ എങ്ങനെ ദൈവം എന്നെ ഒന്ന് നടത്തിയെന്ന്. അപ്പം കുഞ്ഞിനെ മുറിക്കകത്ത് അടച്ചിട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് വരുന്നത് വരെ 3 തൊട്ട് 5 മണി വരെ കുഞ്ഞ് തന്നെ ഇരിക്കണം. അപ്പം ഇവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിയുള്ള കൂട്ടത്തില് ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ മതി. യാതൊരു സാധ്യതയില്ലായിരുന്ന അന്ന് എൻ്റെ ബ്രദറിന്റെ കോബാറിലാ പുള്ളി ജോലി ചെയ്യുന്നത്. പുള്ളി ഒന്ന് കഥയെ മുട്ടുവാണ്. ദൈവം അയച്ചെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കഥയെ മുട്ടുമ്പം കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്ന് കഥ തുറന്നു. അപ്പം രാജു അപ്പച്ച എന്നാണ് വിളിക്കുന്നത്. രാജു അപ്പച്ച മുന്നിൽ നിൽക്കുന്നു. അപ്പം രാജു അപ്പച്ചനിക്ക് അറിയില്ല കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇവിടെ അടച്ചിട്ടിട്ട് ഞാൻ പോയെന്ന്. ദൈവം അറിയിച്ചാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആ ദിവസങ്ങളിൽ അങ്ങനെ വരുന്നതല്ല. രാജു അപ്പച്ചൻ വന്നു. എൻ്റെ ഹസ്ബൻഡ് വരുന്നതും വരെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് അവന് വലിയ ഇഷ്ടമുള്ള ആളാണ് രാജു അപ്പച്ചൻ. അവരുടെ രാജു അപ്പച്ചൻ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയായിരുന്നു. ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസിനിടയ്ക്ക്. അത് ഞാനിവിടെ UK യിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മരണം നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം എനിവേ ഈ 3 കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ലേവിമാന് ചിക്കൻ ബോക്സ് കഴിഞ്ഞപ്പം ഇളയ 2 കുഞ്ഞുങ്ങൾക്കും ചിക്കൻ ബോക്സ് വരാനിടയായി.
അപ്പം അവിടെ സൗദി അറേബ്യയുടെ നിയമം അനുസരിച്ച് അമ്മയ്ക്ക് രോഗമാണെങ്കിൽ 3 ദിവസം അവധി കിട്ടും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അസുഖമാണെങ്കിൽ അവരുടെ ബോധേടല്ല അവര്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഞാൻ എവിടെ ഏൽപ്പിക്കും? ഞാൻ മേളിലോട്ട് നോക്കി ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, ബേബി സിറ്റർ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല, എന്റെ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ലീവ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം അയച്ചിട്ട് എന്തോ ഒരു വലിയൊരു ബ്ലിസ്റ്റർ എന്റെ മുഖത്ത് ഇങ്ങനെ വരാനിടയായി, കറക്റ്റ് മുഖത്തിന്റെ നടുക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ താമസിക്കുന്ന വെളിയിലാണ്. ഇച്ചിരി ടാക്സി പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ പിന്നെ ക്ലിനിക്കുണ്ട്, സ്റ്റാഫ് ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചു പോരും. നല്ല സ്ത്രീ ആയിരുന്നു അന്ന് അവിടെ. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, മേ ബി നിനക്കും ചിക്കൻ ബോക്സ് ആയിരിക്കും, അതുകൊണ്ട് 3 days നിന്നെ ഒബ്സർവേഷനിൽ വെക്കാം. അപ്പം 3 ദിവസം എനിക്ക് അവർ അവധി തന്നു. ആ 3 ദിവസം എനിക്ക് വലിയൊരു കാര്യമായിരുന്നു പാസ്റ്ററെ. എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആ 3 ദിവസം എനിക്ക് മതിയായിരുന്നു. പിന്നെ എന്റെ വീക്കെൻഡ് ആകുമ്പം ഞങ്ങൾക്ക് അവിടെ 48 മണിക്കൂർ ജോലി ചെയ്യണം. ഒരു ഓഫേ ഉള്ളൂ, അത് നൈറ്റ് ആണേലും ഡേ ആണേലും നമുക്ക് ഒറ്റ ദിവസം ഓഫുള്ളൂ. ഇവിടെയൊക്കെ UK വന്നു കഴിഞ്ഞിട്ട് ആളുകൾക്ക് ഇവിടെ കിട്ടുന്ന ആ സൗകര്യങ്ങൾ ഓർക്കുമ്പം എത്ര വ്യത്യസ്തമാണ് ഒരു ക്രിസ്ത്യൻ രാജ്യമായതിന്റെ ആ നന്മ ഞാൻ എപ്പോഴും ഓർക്കും. കാരണം മെറ്റേണിറ്റി ലീവ് ഇല്ല സൗദി അറേബ്യയിൽ. സൗദികൾക്ക് മെറ്റേണിറ്റി ലീവ് 3 മാസമുണ്ട്. ഞങ്ങൾ ഡെലിവറി ആയാൽ നമ്മുടെ ഓൺ ആനുവൽ ലീവിൽ നിന്ന് നമുക്ക് അവധി ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ല എമർജൻസി ലീവ് 20 days. അങ്ങനെയാണ് എൻ്റെ ഇളയ മോനുണ്ടായപ്പോൾ 21 days ആയപ്പോൾ ഞാൻ കുഞ്ഞിനെ ഒരു ബേബി സിറ്റർ എടുത്താക്കിയിട്ട് ഞാൻ ജോലിയിലാണ് 21ാമത്തെ ദിവസം. അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളെ അന്ന് ആ ഒരു 3 ദിവസം കൊണ്ട് അവരുടെ ചിക്കൻ ബോക്സിനൊക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്ന് അവരെ കുളിപ്പിക്കാനും ഒക്കെ രണ്ടുപേർക്കും ഒരുപോലെ ഒന്നുകൊണ്ട് ഒരുമിച്ച് കഴിഞ്ഞു കിട്ടി. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് വന്നു. അത് പിന്നെ ഹസ്ബൻഡിന് വന്നപ്പോൾ പിന്നെ ഒരുപാട് പ്രയാസമായി, എന്നാലും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങൾ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി പ്രധാനമായ കാര്യം ഞാൻ പറയാൻ പോകുന്നത് പാസ്റ്ററെ, എൻ്റെ മൂത്ത മോന് 10 വയസ്സായപ്പോൾ ഞങ്ങള് സൗദി അറേബ്യയിൽ നിന്ന് എക്സിറ്റില് നാട്ടിലോട്ട് പോരുക. അന്ന് UK എല്ലാവരും പോകാന്ന്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് UK പോകാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. പലർക്കും എൻ്റെ ലാൽച്ചായൻ സഹായം ചെയ്ത് ഇങ്ങനെ ഫോമൊക്കെ എല്ലാവർക്കും ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് എടുത്തൊക്കെയാണ് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അന്ന് UKCC ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആലോചന ദേവദാസന്മാർ 1-2 പേരെ അറിയിച്ചു, നിങ്ങളെ ദൈവം UK അയക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങള് ഓർത്തു, എന്നാ UK പോയേക്കാം വിചാരിച്ചു. ഞങ്ങള് 2004 ജനുവരിയിൽ ഞങ്ങള് എക്സിറ്റില് ഞാനും കുഞ്ഞുങ്ങളും നാട്ടിലോട്ട് പോരുവാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് എക്സിറ്റ് അല്ല, സ്റ്റിൽ പുള്ളി അവിടെ ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുവാണ്. എന്നിട്ട് പിന്നെ തിരിച്ചിങ്ങനെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്ത് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് UK പോകാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 6 മാസം നോക്കിയിട്ടും എനിക്ക് ഒരു കോളൊന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ മാത്രമേ അപ്പിയർ ചെയ്തുള്ളൂ. ഞാനും എൻ്റെ 2 കൂട്ടുകാരികളും സൗദിയിൽ നിന്ന് വന്നവർ ഞങ്ങൾ അപ്ലൈ ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ പക്ഷേ 6 മാസമായിട്ടും ഒന്നും നടന്നില്ല. അതൊക്കെ ദൈവത്തിന്റെ പ്ലാനാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ജനുവരിയിൽ വന്നെന്ന് പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡ് ജൂലൈ ആയപ്പോഴത്തേന് ജൂണിൽ തിരിച്ചുപോയി. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് മലയാളം ഒട്ടും അറിയത്തില്ല, എഴുതാനും വായിക്കാനും. അവർ സൗദി അറേബ്യയിൽ ഇന്റർനാഷണൽ സ്കൂളിൽ അവർ പഠിച്ച, അവിടെ ഹിന്ദിയും ഇംഗ്ലീഷും ഉള്ളൂ, മലയാളം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മൂത്ത മകന് ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു മേരി റാണി പബ്ലിക് സ്കൂളിലാണ് തിരുവല്ലയില് ലായിക്കാട്, അവിടെ ചേർത്ത് 3 പേരെ. അപ്പം മോന് മലയാളം അറിയത്തില്ലെങ്കിലും മലയാളത്തിന്റെ പരീക്ഷ എഴുതണം. അതായത് ഓണപരീക്ഷയാണ്, എനിക്ക് തോന്നുന്നത് സെപ്റ്റംബറിൽ എങ്ങാണ്ട് ആണെന്ന് എൻ്റെ ഓർമ്മ. ഹസ്ബൻഡ് പോയിട്ട് 2 മാസമായുള്ളൂ. അങ്ങനെ മലയാളത്തിന്റെ പരീക്ഷയുടെ അന്ന് ഇവൻ രാവിലെ ഇവനൊരു ഡയറി ഉണ്ടായി. ഇവൻ നല്ല തടിയനാണ്, 10 വയസ്സുണ്ട്. അപ്പം നല്ല ഉരുണ്ടിരിക്കും. അപ്പം ഇവൻ പൊടക്കോന്നൊന്ന് വീണു തിണ്ണയിലോട്ട്. അപ്പൊ രാവിലെ ഒരു ഡയറി ഉണ്ടായി, ഒന്ന് വീഴുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അത് മോന് ടെൻഷൻ ഡയറിയാണ്, കാരണം മോന് മലയാളം ഒട്ടും അറിയത്തില്ല, പക്ഷെ പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ടീച്ചേഴ്സൊക്കെ ഒത്തിരി സപ്പോർട്ടായിരുന്നു. എന്നാലും അതുകൊണ്ടായിരിക്കും മോനെ എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ 3 പേരെ യൂണിഫോം ഇടിപ്പിച്ച് അവര് വണ്ടി വരും കൊണ്ട് വണ്ടിയെ കയറ്റി വിട്ടു. ഇവര് സ്കൂളിൽ പോയി. അന്ന് ലാൽച്ചായന്റെ അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ. അവരുടെ അപ്പച്ചൻ നേരത്തെ മരിച്ചാണ്. അപ്പം പെങ്ങന്മാരെ കല്യാണം കഴിച്ചു വിട്ടു. ചേട്ടൻ അടുത്ത് താമസിക്കുന്നുണ്ട്, ചേട്ടന്റെ ഫാമിലി. അപ്പം ഞങ്ങളും അമ്മച്ചിയും ഞങ്ങൾക്ക് സഹായത്തിന് ഒരു ചേച്ചി രാവിലെ വരും, വൈകുന്നേരം വരെ വീട്ടിൽ പണിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകും. അടുത്തുള്ള വീട്ടിലെ ചേച്ചിയാ. അങ്ങനെ ആ ചേച്ചിയും ഞാനും ഉള്ളൂ. അമ്മച്ചി ഒരു തിരുവല്ലയിൽ ഒരു കല്യാണത്തിന് വേണ്ടി അമ്മച്ചിയും എൻ്റെ ചേട്ടന്റെ മോളും കൂടെ പോയിരിക്കുകയാണ്. അപ്പം വണ്ടിയില്ല വീട്ടിൽ, വണ്ടി അവർ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം പക്ഷേ രാവിലെ ഒന്ന് വീണിട്ടാണ് കുഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. തിരിച്ച് ഒരു സ്കൂള് വിട്ട് 3:30 ആയപ്പം വരുമ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ യൂണിഫോം ഒക്കെ ഇങ്ങനെ തേച്ചോണ്ടിരിക്കുക വീട്ടില്. അന്നേരം ഇളയ കുഞ്ഞുങ്ങൾ താഴെ വണ്ടി വന്നു മുറ്റത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അമ്മേ അച്ചാച്ചന് ഒത്തിരി പ്രാവശ്യം ഒന്ന് വീഴുമായിരുന്നു എന്ന് പറഞ്ഞു. കേട്ടതോടെ എനിക്ക് തോന്നി എന്റെ കുഞ്ഞൊന്ന് വീണിട്ടാ പോയത്. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒന്ന് വീണെന്നുകൊണ്ട് നമ്മളൊന്നും വിചാരിക്കത്തില്ലല്ലോ സാധാരണഗതിയിൽ. അപ്പം
കുഞ്ഞ് പിന്നെയും പിന്നെയും വീഴുമായിരുന്നപ്പം എന്ന് പറഞ്ഞപ്പം ഞാൻ ആ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, സന്തോഷം നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ചുരിദാർ അത് മാറ്റാൻ പോലും നിന്നില്ല. ഒരു പേഴ്സ് എടുത്ത് കൈ പിടിച്ച് ഇളയ 2 കുഞ്ഞുങ്ങളെ അമ്മച്ചി വീട്ടിലില്ല, ലീല എന്ന് പറയുന്ന പുള്ളിക്കാരി ലീലമ്മ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. തിരുവല്ലയിൽ എനിക്ക് ആകെ സായിപ്പിന്റെ ഹോസ്പിറ്റലേ അറിയത്തുള്ളൂ. ഞാനൊരു പക്ക കണ്ണൂരുകാരി. എനിക്ക് ഞാൻ മലബാറിൽ നിന്ന് വിട്ടു വന്നിട്ടേ ഇല്ല. ഉള്ളി കല്യാണത്തിന് വന്നു, പിന്നെ ഇടയ്ക്ക് അവധിക്ക് പോകുമ്പോഴല്ലാതെ എനിക്ക് ഒരു പരിചയമില്ല തിരുവല്ലയില്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞു, നമുക്ക് സായിപ്പിന്റെ ഹോസ്പിറ്റലിൽ പോകാം. അപ്പം ഈ സന്തോഷം പറഞ്ഞു, വേണ്ട ചേച്ചി, നമുക്ക് മോനെ പുഷ്പഗിരി കൊണ്ടുപോകാം, അത് വലിയ ഹോസ്പിറ്റലാണ് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പരിചയമില്ല. പെട്ടെന്ന് ഞങ്ങൾ പുഷ്പഗിരിയിലോട്ട് മോനെ കൊണ്ടുപോവാണ്. അപ്പൊ അവന്റെ യൂണിഫോമിൽ തന്നെയാന്ന് ഓർക്കണം. കുഞ്ഞ് പള്ളിക്കൂടം വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടോ ഒന്നുമില്ല. കാരണം എനിക്ക് അതൊന്നും എന്റെ തലയിൽ കയറിയില്ല, കുഞ്ഞ് വിശന്നാണല്ലോ തോന്നുന്നു. അങ്ങനെ പാസ്റ്ററെ ഞങ്ങള് പുഷ്പഗിരിയിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ലേമോൻ പറയാണ്, അമ്മേ എനിക്ക് എന്ത് വന്നാലും വേണ്ടിയല്ല, നാളെ എനിക്ക് പിന്നെ ക്രിസ്തുജ്യോതിയിൽ പടം വരയ്ക്കാൻ പോകണം. അവിടെ കോമ്പറ്റീഷനാണ്, ഡ്രോയിങ് കോമ്പറ്റീഷൻ. ഇവൻ നന്നായിട്ട് വരയ്ക്കും. ഇതിന്റെ പടമെല്ലാം ടീച്ചേഴ്സ് ആ ചില്ലുകൂട്ടിനകത്തൊക്കെ വിട്ട് എന്നെ കാണിച്ചു. അപ്പം എന്നോട് പറയുന്ന, അമ്മേ വീൽ ചെയറിൽ ഇരുന്നിട്ടാണേലും എനിക്ക് നാളെ ക്രിസ്തുജ്യോതി പോകണം, എന്റെ പേര് കൊടുത്തിട്ടുണ്ട് അവര് ടീച്ചേഴ്സ്. അപ്പം എന്റെ ചങ്കി കത്തുക. കുഞ്ഞിന് എന്നാന്ന് അറിയത്തില്ല, ഇവനറിയത്തില്ല, ഇവൻ 10 വയസ്സല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ പുഷ്പഗിരി ചെന്നു. എമർജൻസിയിലോട്ട് ചെന്ന് കയറിയപ്പോ തന്നെ അവിടെ ഒരു നല്ല ഡോക്ടർ, ഒരു ആന്ധ്രക്കാരൻ ഡോക്ടറായിരുന്നു. ഇന്നും അപ്പച്ചന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പച്ചൻ കുഞ്ഞിനെ പരിശോധിച്ചു. അന്നേരം കുഞ്ഞിന് കാലിനൊരു വീക്ക്നെസ് ഒരു പരിശോധന മനസ്സിലായി. ഇവനിങ്ങനെ കണ്ടിന്യൂസ് വീഴുമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇടത്തുകാലിനാണ് വീക്ക്നെസ്. അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അമ്മ യുവർ സൺ ഹാസ് ഗോട്ട് ഗിലിയൻ ബാരി സിൻഡ്രോം, ഐ തിങ്ക് സോ ഇങ്ങനെ പറഞ്ഞു. അതായത് ഗിലിയൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പം അന്ന് 2004 കാര്യമാണ്. അന്ന് എല്ലാവർക്കും വലിയ പരിചയമില്ല. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒരു പേഷ്യന്റിനെ, ഒരു പോലീസുകാരൻ 21 years ഉള്ള ആള് ഗിലിയൻ ബാരി ആയിട്ട് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ വാർഡിൽ, ഞാൻ ICUലായിരുന്നു, ICU വന്നു, അവൻ മരിച്ചുപോയി. എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് ഇതാ വന്നത്. എന്റെ ഹസ്ബൻഡ് ഇല്ല, എന്റെ അമ്മച്ചി അന്ന് വീട്ടിലില്ല. അമ്മച്ചി ഒരു വിവാഹത്തിന് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇളയ 2 കുഞ്ഞുങ്ങളും പുള്ളിക്കാലത്തെ വീട്ടിലുള്ളൂ. എന്റെ പേഴ്സിനകത്ത് ആകെ 300 രൂപയും, പിന്നെ ഞാൻ എപ്പോഴും ഒരു ചെക്ക് ലീഫ് കൈവെക്കും, കാരണം എപ്പോഴും പൈസ അങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്. അന്നേരം ഈ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, മോന് ഗില്ലിയൻ ബാരി സിൻഡ്രോം ആണെന്നാ തോന്നുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ നെർവ് എൻഡിങ്സിനെയും അങ്ങ് തളർത്തി കളയും. അപ്പൊ നമ്മുടെ മസിലൊന്നും പിന്നെ അനങ്ങത്തില്ല. അത് മെയിനായിട്ട് ബാധിക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിനെ ആവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ ആളുകൾ അങ്ങനെ മരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്ററെ ഡോക്ടർ പറഞ്ഞു, ഇത് ഗില്ലിയൻ ബാരി സിൻഡ്രോമാ, ചങ്കിൽ കൂടി ഒരു തീ കത്തി, പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് കൂടുതൽ പരിശോധനകൾ നടത്തണം, ഇതെന്റെ ഒപ്പീനിയൻ മാത്രമാണ്, ഡയഗ്നോസ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അന്നേരത്തേന് സന്ധ്യയായി. അപ്പത്തേക്ക് പിന്നെ എല്ലാവരും പറഞ്ഞു കുഞ്ഞിന് മേലെ എന്തോ അസുഖമാന്ന് പറഞ്ഞു. അപ്പം അവനെ പെട്ടെന്ന് പുഷ്പേരിയിലെ ഒരു ICUലോട്ട് അഡ്മിറ്റ് ചെയ്യുവാണ്. ICUലോട്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പം ICUലോട് അവിടെ പ്രോപ്പറായിട്ട് ഒരു ICU ഒന്നും അന്ന് ഞാൻ കണ്ടില്ല. മോനെ ഒരു ഡെസ്കേല അവർ കിടത്തിയ യൂണിഫോമില്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ, ഒരു പെന്തിക്കോസാരൻ ഡോക്ടർ എന്നോടൊന്ന് പറഞ്ഞു, ചേച്ചി പിന്നെ പെട്ടെന്ന് അപ്പച്ചന്മാരെയൊക്കെ വിളിക്കുക, കൊച്ചിന് വയ്യ, പെട്ടെന്ന് അപ്പച്ചന്മാരെയൊക്കെ വിളിക്കുക. അപ്പം എനിക്ക് ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് വന്നാൽ അറിയത്തില്ല. അത് കഴിഞ്ഞ് സന്ധ്യയായി പാസ്റ്ററെ, കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ടില്ല, കുഞ്ഞിന്റെ യൂണിഫോം മാറ്റിയിട്ടില്ല. അന്നത്തേന് ഈ സന്തോഷം പോയി. എല്ലാവരോടും പറഞ്ഞു, അമ്മച്ചിയോടൊക്കെ പറഞ്ഞു, കുറെ പേരെല്ലാം പെട്ടെന്ന് വന്നവരെല്ലാം പൈസയും കൊണ്ടാവുന്നത്. 70,000 rupees വൈകിട്ടായപ്പത്തന്നെ എല്ലാവരും കൂടെ കൊണ്ടുവന്നു. ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം ഒത്തിരി ഉണ്ട്. കുഴിക്കാട്ട് ഫാമിലിയാണ് ഇവരെ. കുഴിക്കാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഒത്തിരി മെമ്പേഴ്സ് ഉള്ള ഫാമിലിയാണ്. അപ്പൊ പലരും ഓടി വന്നു. ചർച്ചിൽ നിന്ന്, IPC ചർച്ചിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അപ്പച്ചനാണ്, ചെറിയമുണ്ടൻ പറമ്പിലെ അപ്പച്ചനാണ് മെയിനായിട്ട് പൈസ എല്ലാം കളക്ട് ചെയ്ത് വേഗം വന്ന് കുഞ്ഞിനെ അന്നത്തേന് ഡോക്ടേഴ്സ് എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഗില്ലിയൻ ബാരി തന്നെയാണ്, പക്ഷെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യണം, അതിന് രാത്രിയാകണം, ചെയ്തിട്ട് വേണം നമുക്ക് പ്രൂവ് ചെയ്യാൻ. പക്ഷെ അതിനൊന്നും ഇപ്പൊ സമയമില്ല. മോന് എത്രയും പെട്ടെന്ന്, മോൻ സംസാരിക്കുന്നുണ്ട്, കാല് മാത്രമേ തളർന്നിട്ടുള്ളൂ, എത്രയും പെട്ടെന്ന് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കണം, അതാണ് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ്. അപ്പം അത് മേടിക്കണമെങ്കിൽ പെട്ടെന്ന് എവിടെ അന്വേഷിച്ചപ്പം കോട്ടയത്തേ ഉള്ളൂ, തിരുവല്ലയിലൊന്നും ഇമ്മ്യൂണോഗ്ലോബുലിൻ അവൈലബിൾ അല്ല. അത് വലിയ കോസ്റ്റ്ലി മെഡിക്കേഷൻ ആണ്. അപ്പം നല്ല എമൗണ്ട് പൈസ കൊടുക്കണം. അപ്പൊ ഇവന് ഒരു 5 ഡോസെങ്കിലും വേണ്ടി വരുന്ന അവർ പറഞ്ഞു. ഒരു ഡോസിന് തന്നെ 5,000 ഒക്കെ ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പം ഇവർക്ക് ഇത് പെട്ടെന്ന് ആരാണ്ട് കോട്ടയത്തോട്ട് ഓടി, ഞാൻ പോലും എന്നെ വിട്ട് ആരോ പോയി കോട്ടയത്ത് പോയി പെട്ടെന്ന് ഇമ്മ്യൂണോഗ്ലോബിനും കൊണ്ട് തിരിച്ചു വന്നു. അന്നത്തേന് രാത്രിയായി. പക്ഷെ ഇവര് അന്നേരത്തേന് എന്റെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു, തിരുവല്ല കങ്ങഴ, അവളെ വിളിച്ച് അവളും വന്നു. എന്റെ സിസ്റ്റർ എന്റെ കൂടെ ഉണ്ട് അന്നേരത്തേന്. അപ്പത്തേക്ക് ഇവർ ഈ മരുന്ന് തുടങ്ങുന്നേ ഇല്ല കുഞ്ഞിന്. എനിക്ക്
ഭയങ്കരമായ ടെൻഷൻ വരാൻ തുടങ്ങി. ഞാൻ എത്രയും വേഗം തുടങ്ങിയില്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണല്ലോ എന്നാണ് എന്റെ വിചാരം. അപ്പൊ അവർക്ക് ഇതിന്റെ ഡോസോ ഇവർ ഇതുവരെയും ഈ ഗില്ലിയൻ ബാരി സിൻഡ്രോം കേട്ടിട്ടുള്ളതല്ലാതെ ഇവര് ട്രീറ്റ് ചെയ്തിട്ടില്ല. ഡോക്ടറിനോട് തുറന്നു പറഞ്ഞു, റിയലി ഞാൻ പറയുക, ഞങ്ങൾക്ക് ഇതിന്റെ അനുഭവം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഇങ്ങനെ മരുന്ന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് അവർക്ക് അത് അത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മരുന്ന് തുടങ്ങിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഡോസ് മരുന്ന് അവർ തുടങ്ങി. അന്നേരത്തേന് രാത്രിയായി. പിന്നെ അവര് എന്നോട് പറഞ്ഞു, രാത്രിയിൽ ഇവനെ ഒബ്സർവ് ചെയ്തു. രാത്രി ആയപ്പോഴത്തേന് ഞാൻ ഓർത്ത് കുഞ്ഞിന് ഭക്ഷണം വല്ലതും മേടിക്കണമല്ലോ, അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്യാൻറ്റീനിലോട്ട് പോന്നു കഴിഞ്ഞാൽ ഉറക്ക ദൈവത്തോട് നിലവിളിച്ച് പാസ്റ്റേ, കാരണം എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് എനിക്കൊന്നും കരയാൻ പറ്റത്തില്ല. എന്റെ ഹസ്ബൻഡ് ഇല്ല. അപ്പൊ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ടെൻഷൻ ആവുമല്ലോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് മോന് ഉപയോഗിച്ചിട്ട് ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്ന് അവന് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചോണ്ട് കൊടുത്തു, ഇച്ചിരി ഭക്ഷണം കൊടുത്തു. അതിന് രാത്രി ആയപ്പോഴത്തേനും കുഞ്ഞ് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയി. കണ്ണിന്റെ മുമ്പില് ഒരു വിരൽ പോലും അനക്കാൻ മേല. അവൻ സംസാരിക്കാന്നല്ലാതെ അബ്സല്യൂട്ട്ലി അവൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ രാവിലെ ഓടി സ്കൂളിൽ പോയ കുഞ്ഞ് പാരലൈസ്ഡ് ആയി. ആകെ അവന് നാക്കെടുത്ത് സംസാരിക്കാന്നല്ലാതെ ഒരു വിരൽ പോലും അനങ്ങത്തില്ല. എല്ലാം ഫ്രോസൺ ആയി, ഇങ്ങനെ ഫ്രീസായി. അപ്പൊ ഇങ്ങനെ പാരലൈസ്ഡ് ആയി കുഞ്ഞ് കണ്ണിന്റെ മുമ്പിൽ കിടക്കുക. അപ്പൊ നേരം വെളുക്കുന്നിടം വരെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. രാവിലെ ആയപ്പം ഡോക്ടർ രാജം എന്നാണ് എന്റെ ഓർമ്മ, ഒരു ഫീമെയിൽ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, മോനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാവോ? ഒന്നുകിൽ നിങ്ങൾ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ അമൃതായി കൊണ്ടുപോകണം. പക്ഷെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യത്തില്ല. കാരണം ഡിസ്ചാർജ് ചെയ്ത കുഞ്ഞ് എന്തായാലും ഇവര് എന്നോട് തുറന്നു പറഞ്ഞു, 24 മണിക്കൂറിനകം കുഞ്ഞ് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്കത് റിസ്ക് എടുക്കാൻ കഴിയത്തില്ല. പക്ഷെ അവർ ഡിസ്ചാർജ് ചെയ്താല് അവരുടെ പേരിൽ കുറ്റം വരുമല്ലോ എന്നുള്ള വിചാരം കൊണ്ടായിരിക്കും അങ്ങനെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. അന്നേരത്തേന് എല്ലാവരും സമ്മതിച്ച് അങ്ങനെ എന്നാ ഡിസ്ചാർജ് ചെയ്യാം. ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത് കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പോയി അവന്റെ യൂണിഫോം ഒക്കെ ഒന്ന് മാറ്റി. അന്നേരം പിറ്റേ ദിവസമായിട്ട് യൂണിഫോം ഒന്നും മാറാൻ പറ്റിയിട്ടില്ല. അപ്പം വീട്ടിലോട്ട് പോയി യൂണിഫോം ഒക്കെ മാറ്റി ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് അവനെ നമുക്ക് പുഷ്പഗിരിയിൽ നിന്ന് നമുക്ക് അമൃതയെ കൊണ്ടുപോകാം എന്നുള്ള തീരുമാനമായി. അങ്ങനെ എല്ലാവരും മുതിർന്നവരൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വേങ്ങൽ വീട്ടിലോട്ട് പോവുക. അവിടെ ചെന്നപ്പോ പാസ്റ്റേ ഉണ്ടായ സംഭവം, ആ നാട്ടിലുള്ള നാട്ടുകാർ മുഴുവൻ, ചർച്ചിലുള്ളവരും എല്ലാവരും വീട് നിറച്ചാളാ. നമുക്ക് വീട്ടിലോട്ടൊന്ന് കയറാൻ പോലും പറ്റത്തില്ലാത്ത പോലെ ആളാ. കാരണം ലാലന്റെ മോൻ മരിച്ചു പോവുക, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ചു എന്നുള്ള ന്യൂസ് അവിടെ എല്ലാം പടർന്നു. ആ ബെന്തിക്കോസുകാരൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നോണ്ട് ഞങ്ങളുടെ പാസ്റ്ററെ ഒക്കെ വിളിച്ചു പറഞ്ഞു കുഞ്ഞിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അന്ന് ഞങ്ങളുടെ പാസ്റ്റർ CP മോനായി ആയിരുന്നു. പാസ്റ്ററൊക്കെ ഓടി ചർച്ചിൽ നിന്ന് അവരെല്ലാം ഹോസ്പിറ്റലിൽ വന്ന് മോനെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അന്നേരം തന്നെ ഒരുപാട് പേര് സൗദിയിലൊക്കെ അന്നേരം സൗദിയിൽ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, മോന് ഇച്ചിരി സീരിയസ് ആണ്, അതുകൊണ്ട് എന്നാന്നൊന്നും വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല. അന്ന് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് ലാൽച്ചാൻ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞു. അപ്പം സൗദി അറേബ്യയിലും എല്ലാവരും അറിഞ്ഞു, ചർച്ചകളിലൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഗില്ലിയൻ ബാരി സിൻഡ്രോം ആണെന്നൊക്കെ. അപ്പൊ ഇത്രയും കൊച്ചു കുഞ്ഞിന് ഗില്ലിയൻ ബാരി സിൻഡ്രോം വരുന്ന ആരും കേൾവി പോലും ഇല്ല. സാധാരണ മുതിർന്നവർക്കാണ് ഈ രോഗം വരുന്നത്. അത് തന്നെയല്ല, ഇത് ഡിസെൻഡിങ് ടൈപ്പാണ്. ഒരു ഡയറിയ ഉണ്ടായിരുന്നു, എന്തോ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് വേഴ്സ് കേസാണെന്നും അവർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ ചെന്ന് ഇപ്പം ചെറിയ പറമ്പിൽ അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങളുടെ വണ്ടിയെ കൊണ്ടുപോകണ്ട മോളെ, അവനെ കിടത്തണമെങ്കിൽ വലിയ വണ്ടി കൊണ്ടുവരാൻ. അങ്ങനെ വലിയ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് മോനെയും കൊണ്ട് ഞങ്ങള് യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ, ഇന്ന് എനിക്ക് ഓർക്കുമ്പോൾ ഭയോ ഭാഷ എങ്ങനെ ഞാൻ അതിനൊക്കെ മുന്നേ നിന്നെന്ന്. ഞാൻ അവനെയും കൊണ്ട് ഞങ്ങള് അമൃതയിലോട്ട് പോവുക. അവിടെ പോവാൻ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഇളയ 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പൊ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടില്ല ഒരു ദിവസം മുഴുവനും. അത് കഴിഞ്ഞ് എൻ്റെ നടുക്കത്തെ കുഞ്ഞിനൊരു കുഴപ്പമുണ്ട്. അവൻ ഭയങ്കര അറപ്പാ എല്ലാ കാര്യം. അവൻ സൗദി ജീവിച്ചോണ്ട് അവന് നാട്ടിൽ കാർപ്പറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ കാല് നിലത്ത് കുത്തല്ല, എപ്പോഴും കാലിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് സോഫയിലൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പൊ അവന് ഒരാൾ കൊടുക്കുന്ന വെള്ളം കുടിക്കും, എല്ലാം അമ്മ തന്നാലേ അവൻ കുടിക്കത്തുള്ളൂ. എനിക്ക് അവനെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ ഈ മോനെ ഇങ്ങനെ മടിയിൽ കിടത്തിക്കൊണ്ട് ഞങ്ങൾ പോകാൻ റെഡിയാകുമ്പോ ഈ നടുക്കത്തെ കുഞ്ഞിന്റെ അടുത്ത് ഒന്ന് പതുക്കെ ചോദിച്ചു, അമ്മേ എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകാമെന്ന്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, കാരണം അവരുടെ പപ്പ അവിടെ ഇല്ല. മറ്റാരും വെല്ലുമിച്ച് ഒന്നും കൊടുത്താൽ അവൻ കഴിക്കത്തില്ല. അവന് ഭയങ്കര വേറെ സ്വഭാവമാണ്. അവൻ ഞാൻ കൊടുത്താൽ മാത്രമേ കുടിക്കത്തും കഴിക്കത്തൊക്കെ ഉള്ളൂ. ഇളയ കുഞ്ഞിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവൻ ആരോടും കൂടെ പോകും, അങ്ങനെയായിരുന്നു.
ആ സങ്കടം മനസ്സിൽ വെച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് പോവാ. പക്ഷേ ഞങ്ങള് അവിടെ അമൃതയിൽ ചെന്നപ്പോഴത്തേനും സന്ധ്യ മയങ്ങി. അവിടെ ചെന്നപ്പം അവര് പറയുക, വി ആർ വെരി സോറി, ഇവിടെ ബെഡ് ഒന്നും അവൈലബിൾ അല്ല ICUല്. കാരണം കുഞ്ഞിന് ഗിലിയൻ അന്നൊക്കെ അവർ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ എന്റെ ഒരു കസിൻ ഉണ്ട്, ലാൽറ്റാന്റെ കസിൻ പറഞ്ഞു, അമ്മാമ്മേ അവരോട് പറ, ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ കിടത്തിയേ പറ്റത്തുള്ളൂ, ചെന്ന് പറയാന്ന് പറഞ്ഞു എന്നോട്. കാരണം അവിടെ ബെഡില്ല, ഇനി നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ ഒത്തിരി സമയം എടുക്കില്ല, നമ്മൾ തിരുവല്ലയിൽ എറണാകുളം വരെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ. അപ്പൊ രാത്രിയായി ഓൾറെഡി. അപ്പം പിന്നെ ഞാൻ അവരോട് പറയാൻ ചെല്ലുമ്പോ അവര് ഫോൺ ചെയ്ത് അവരുടെ ഡോക്ടേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അവര് ഒരു അഡൽട്ട് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വേറെ വാർഡിലോട്ട് മാറ്റിയിട്ട് അവർ ICU മോന് വേണ്ടി ഒരു ബെഡ് ഒരുക്കി അവർ മോനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, അന്നത്തേനും സമയം കുറെ ആയി, ഇനി മോനെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്, എന്നാലേ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇമ്മ്യൂണോഗ്ലോബിൻ തന്നെയാണ് കൊടുക്കേണ്ടത്, പക്ഷെ അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഇവന് 5 ഡോസ് വേണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ രാത്രി 10 മണിയായി നെർവ് കണ്ടക്ഷൻ ചെയ്യുന്നത്. അപ്പം ഇതേത് ടൈപ്പ് ആണ്, ഗിലിയൻ തന്നെയാണോ എല്ലാം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വെരി പെയിൻഫുൾ പ്രൊസീജിയർ ആണ്. കാരണം എന്റെ കുഞ്ഞ് ഓരോ പ്രാവശ്യം അവർ നീഡിൽ വെച്ച് ഇങ്ങനെ പ്രിക്ക് ചെയ്യുമ്പോൾ അവൻ മൂത്രം ഒഴിക്കും. കുഞ്ഞ 10 വയസ്സുള്ള അവന് വേദന ഭയങ്കരമായിട്ട് അവൻ സഹിക്കാൻ പറ്റത്തില്ല. അവന് നീഡിൽ ഇപ്പോഴും അവന് 31 വയസ്സുണ്ട്, അവൻ ഇപ്പോഴും നീഡിൽ പേടിയാണ്. അങ്ങനെ ഒരാളെ അവർ ഇങ്ങനെ കുത്തുമ്പോഴത്തേനും അങ്കിളെ സ്റ്റോപ്പ് അങ്കിൾ എന്ന് പറഞ്ഞ് അവരൊരു മിനിറ്റ് നിർത്തും, പിന്നെ ഇങ്ങനെ കുത്തി അവർക്ക് ചെയ്തേ പറ്റുള്ളൂ പ്രൊസീജിയർ അനുസരിച്ച്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സമയം കുറെ എടുത്തു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ അവിടെ ICU കിടത്തി. എന്തായാലും എന്റെ അനിയത്തിയും എന്റെ ആങ്ങളെയും ഉണ്ട് അന്ന് എൻ്റെ കൂടെ. ഞങ്ങൾ അന്ന് അമൃതയിൽ അവിടെ വിസിറ്റേഴ്സിന് ഗസ്റ്റ് റൂം ഉണ്ട്, അത് 8ാമത്തെ നിലയിലാണ് ഗസ്റ്റ് റൂം കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ആങ്ങളെയും ഗസ്റ്റ് റൂമിലോട്ട് ഒന്ന് പോയി ചേഞ്ച് ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇനി ഇച്ചിരി നേരം ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും മോനെ ICUയിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ആരും ഇരുത്തത്തില്ലല്ലോ, നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞു അമ്മ വീട്ടിലോട്ട് പൊക്കോ, അമ്മ റൂമിൽ പോയി റെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം. നല്ല നേഴ്സസും എല്ലാവരും നല്ല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നത്, ഒത്തിരി കെയർ ചെയ്യുന്നവരെല്ലാവരും ഇവന്റെ ചുറ്റും നിൽക്കുമായിരുന്നു അന്ന്. അങ്ങനെ പാസ്റ്ററെ ഞാൻ ഗസ്റ്റ് റൂമിലോട്ട് പോയി. 8ാമത്തെ നിലയിലാണ് അമൃതയുടെ ഹോസ്പിറ്റലിന്റെ ഗസ്റ്റ് റൂം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഞാൻ അവിടെ ചെന്നൊന്ന് കുളിച്ചു, ഡ്രസ്സൊക്കെ ഒന്ന് മാറി. കാരണം 2 ദിവസമായി കുളിച്ചിട്ടും ഡ്രസ്സൊക്കെ മാറിയിട്ട് എല്ലാം ഒന്ന് ഫ്രഷായി മീൻസ് വെളിയിലോട്ട് ഇറങ്ങി വന്നു. മുറിയിലോട്ട് ഇറങ്ങി വന്നില്ല. ലാൽച്ചാനെ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാൻ വിചാരിച്ച് ഇറങ്ങി വരുമ്പോൾ ഒരു പേജിങ് കേൾക്കാം, ലെവിൻ ലാലന്റെ ഫാമിലി ഇമ്മീഡിയറ്റ്ലി ICUയിൽ എത്തണം. രാത്രി 1 മണിയാണെന്ന് ഓർക്കണം. എന്റെ ജീവൻ പോയി പാസ്റ്റർ. ഞാൻ 8 നില ഓടി താഴെ ഇറങ്ങി. എനിക്ക് ലിഫ്റ്റ് പിടിക്കാനൊന്നും എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. എന്റെ അനിയത്തിയോ ആങ്ങളെ ഉറങ്ങും, അവരെ ഒന്നും വിളിച്ചില്ല. ഞാൻ 8 നില ഞാൻ ഓടി താഴെ ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ചും കൂടെ പോകണം ഹോസ്പിറ്റലിൽ. ICU 4ാമത്തെ നിലയിൽ. അവിടം വരെ ഓടി ഞാൻ. എങ്ങനെയാണ് അവിടം വരെ ഓടി ഒറ്റ ശ്വാസം എനിക്കറിയില്ല പാസ്റ്ററെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, പക്ഷെ അവന്റെ ബ്ലഡ് പ്രഷർ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. കുഞ്ഞിന് ഭയന്നു പോയി. അപ്പം അവർ പറഞ്ഞു കുഞ്ഞിന്റെ BP എന്തെല്ലാം നോക്കിയിട്ട് അലാറം അടിക്കുകയാണ്. അത് അലാം ചെയ്തുകൊണ്ടിരിക്കുക മെഷീൻ. കാരണം ഇവൻ പേടിച്ചു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ എന്തിനാ ഇങ്ങനെ പേടിച്ച്? അന്നേരം എന്നോട്, അമ്മേ ഇവരെല്ലാം സൂചി പുറകെ പിടിച്ചിരിക്കുക, അമ്മ പോകുമ്പോൾ എന്നെ കുത്താൻ വേണ്ടി ഇരിക്കുക, അതുകൊണ്ട് അവൻ പേടിച്ച് അവൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. അങ്ങനെ അവന്റെ BP കൂടി. അപ്പൊ തന്നെ അവിടുത്തെ കൺസൾട്ടന്റ് വന്നു. അവർ പറഞ്ഞു ഇനി അമ്മ 24/7 കുഞ്ഞിന്റെ കൂടെ, അമ്മയോ അമ്മയുടെ സിസ്റ്റർക്കോ ഇരിക്കാം, ഒരു കാരണവശാലും കുഞ്ഞിനെ തന്നെ ഇവിടെ കിടത്തില്ല. പിന്നെ അത് ഒരു IT ആയതുകൊണ്ട് ICU ആകുമ്പോൾ അറിയാലോ, ക്രേനിയോട്ടമി കഴിഞ്ഞ പേഷ്യന്റ് തലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു തല മുഴുവൻ ബാൻഡേജ് ആയിട്ടൊക്കെ വെന്റിലേറ്ററിലൊക്കെ കിടക്കും. ഇതെല്ലാം കാണുമ്പോൾ ഇവന് പേടിയാ. ഇവനെ ഒരു വെന്റിലേറ്ററിന്റെ മുമ്പിലാണ് കിടത്തിയിരിക്കുന്നത്. അവരെന്നോട് തുറന്നു പറഞ്ഞു, ഞങ്ങള് എങ്ങനെയെങ്കിലും സാഹചര്യത്തിൽ കുഞ്ഞിനെ നമ്മൾ അവന്റെ ലാസ്റ്റ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഇന്റിബേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവനെ രക്ഷിക്കാം, ഇല്ല അത് നമ്മൾ ഫെയിൽ ആയെങ്കിൽ കുഞ്ഞു പോകും. അത് അവർ എന്നോട് ഉറപ്പ് പറഞ്ഞു. അതെനിക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം എപ്പം അവന്റെ റെസ്പിറേറ്ററി മസിൽസ് പാരലൈസ് ആവുന്നോ ആ സമയം അവർ ഇന്റിബേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നടക്കത്തില്ല. കാരണം ഇതെല്ലാം എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ ദൈവം എന്നെ വിട്ടതാ. പക്ഷേ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞ് ഞാൻ ICU നേഴ്സാണ്. ഞാനങ്ങനെ വേറെ ഇങ്ങനെ ഈ ഏജൻസി ജോലിക്ക് വേണ്ടി ഞാൻ മറ്റു ഹോസ്പിറ്റലിൽ ICU ജോലി ചെയ്യുമ്പോൾ എനിക്ക് മിക്കവാറും കിട്ടുന്നത് ഇങ്ങനെ ഗിലിയൻ വന്ന പേഷ്യൻസിനെയാണ്. എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നേ എനിക്ക് പറയാനുള്ളൂ പാസ്റ്റേ. അവരോടൊക്കെ ഞാൻ പറയും, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം, നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിന് ഇതേ അസുഖം വന്നാണ്, നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കരുത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ പേഷ്യന്റും വെന്റിലേറ്ററിൽ പോകും. അവരുടെ ട്രക്യോസ്റ്റമി ചെയ്ത് അവർക്ക് സംസാരിക്കാൻ മേല, കൈയും കാലും അനക്കാൻ മേല. അപ്പൊ അവർക്ക് ഇവിടെയൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ എയർ സൗണ്ട് കൊണ്ട് ആണെങ്കിലും ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കമ്പ്യൂട്ടർ വഴിയൊക്കെ അവർക്ക് പെയിൻ ആണെന്നൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റും.
പിന്നെ ട്രക്കേസ്റ്റമി കഴിഞ്ഞ പേഷ്യൻസിന് മൗത്ത് റീഡിങ് കൊണ്ട് നമുക്ക് ലിപ് റീഡ് ചെയ്യുന്ന നമുക്ക് അവർക്ക് വേദനയാണല്ലേ, അവർക്ക് പിന്നെ തിരിഞ്ഞു കിടക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും അല്ലാതെ പേഷ്യന്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മിക്ക പേഷ്യന്റും ഒരു ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് പോയവർ വരെയുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. കാരണം ഇനി അവർക്ക് ഹോപ്പില്ല അങ്ങനെ. പക്ഷെ എന്റെ മോൻ ദൈവം വെന്റിലേറ്ററിൽ പോകാൻ അനുവദിച്ചില്ല പാസ്റ്ററെ. അവനെ 8 ദിവസം വെന്റിലേറ്ററിന് മുമ്പിൽ കിടത്തി, ദൈവനാമം മഹത്വം എടുക്കട്ടെ, അവനെ ഇന്റിബേറ്റ് ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല. അവന്റെ റെസ്പിറേറ്ററി മസിൽസിനെ ദൈവം സൂക്ഷിച്ചു. അപ്പൊ എന്നോട് പറയും, അമ്മേ ഇത് കണ്ടോ അമ്മേ, എന്നോട് യേശുപ്പച്ചൻ പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞു. യേശുപ്പച്ചൻ ക്രൂശി കിടക്കുന്നു, ഒന്നും അമ്മയ്ക്ക് കാണാൻ പറ്റുന്നില്ല, അവനെ ദൈവം അതെല്ലാം കാണിച്ചു. അതുകൊണ്ട് പേടിക്കണ്ട, കർത്താപ്പച്ചൻ ഇതിലപ്പുറമായി പോയതാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ വളരെ സമാധാനത്തോടെ എന്നോട് പറയും, അമ്മ കരയാൻ പാടില്ല. അപ്പൊ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ പക്ഷേ വെളിയിൽ ഇറങ്ങിയിട്ട് കരയും. അവന്റെ മുമ്പിൽ കരയാൻ പറ്റത്തില്ല. പിന്നെ ആ 2 ദിവസം കഴിയുമ്പോൾ അവന്റെ പപ്പ വരിക എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. അവിടെ ഒരു നല്ല മാനേജറായിരുന്നു, വിശ്വാസിയായിരുന്നു, ബ്രദർ ടൈറ്റസ്. ഏറ്റവും വലിയ മാനേജറാണ്, പക്ഷെ ഒരു തമിഴിയനാണ്, വളരെ സിൻസിയറായ ദേവദാസനാണ്. പുള്ളി എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഒരാളെ നാട്ടിലോട്ട് വിടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള സമയം, ഡിഫിക്കൽട്ടാണ്, കാരണം വിസ അടിക്കാനൊക്കെ സമയം. പക്ഷെ പുള്ളി എല്ലാം ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്ത് എന്റെ ലാൽച്ചാനെ കയറ്റി വിട്ടു. സാധനങ്ങളെല്ലാം അവിടെ വിട്ടിട്ട് കയറി പോന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ പപ്പായോട് പറയണം, പപ്പ കരയാൻ പാടില്ല, എനിക്ക് പപ്പ കരയുന്ന കാണാൻ പറ്റത്തില്ല. അപ്പൊ അമ്മയും പപ്പയും കരയാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ കരയാൻ സങ്കടം വരുമ്പോൾ നമ്മൾ വെളിയിറങ്ങി നിന്ന് കരയുക. പക്ഷെ 7 ദിവസം കഴിഞ്ഞപ്പം പക്ഷേ അത്ഭുതകരമായിട്ട് കുഞ്ഞിന്റെ തള്ളവിരൽ അനങ്ങി, കാലിന്റെ ഒരു വിരൽ അനങ്ങി. അത് വലിയൊരു വിടുതൽ, ഞങ്ങളുടെ ഒരു ആശ്വാസമായിരുന്നു. ഞാൻ അത് കുഞ്ഞിന്റെ വിരൽ അനങ്ങി നിന്നപ്പോൾ ആ ആശുപത്രിയിലുള്ള എനിക്ക് വന്ന് അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും വന്ന് പരിശോധിക്കുക. അവർക്കെല്ലാം ആശ്വാസം. കാരണം എപ്പോഴും ഇങ്ങനെ അവരിങ്ങനെ കാലിന്റെ സോളയിൽ ഇങ്ങനെ കാലിന്റെ അടിയിൽ ഇങ്ങനെ വരച്ചു നോക്കും, എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടോ. അവരെല്ലാം നോക്കിയപ്പോ യെസ്, തള്ളവിരൽ അനങ്ങുന്നുണ്ട്. അതൊരു ചേഞ്ച് ആയിരുന്നു പാസ്റ്ററെ. അങ്ങനെ ആ 7 ദിവസം കഴിഞ്ഞു. അപ്പം അതിന് വെന്റിലേറ്റർ ഒന്നും ആവശ്യം വന്നില്ല. ഇങ്ങനെ കാലിന്റെ വിരൽ അനക്കി. ഇപ്പം ഞാൻ പറഞ്ഞ ഇനി അവന് ഇതിന് വേറൊരു ട്രീറ്റ്മെന്റും ഇല്ല, ഫുൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. 5 ദിവസമായിട്ട് ഒരു അനക്കം ഇല്ലാഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി പ്ലാസ്മ ഫോറസിസ് എന്നിട്ട് ഒരു ട്രീറ്റ്മെന്റേ ഉള്ളൂ, പ്ലാസ്മ മുഴുവൻ റീപ്ലേസ് ചെയ്യണം, അതിനവർ നാളെ അത് ചെയ്യേണ്ടി വരുന്നു. കാരണം കുഞ്ഞിനൊരു അനക്കവും ഇല്ല, അതുവരെയും ഈ ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് അല്ലെന്ന് പറഞ്ഞിങ്ങനെ 5 ദിവസം കഴിഞ്ഞ് 6-ാം ദിവസം കഴിഞ്ഞു. അന്നേരം നാളെ ഇത് പ്ലാസ്മ ഫോറസിസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ തള്ളവിരൽ അനക്കിയത്. അപ്പൊ അവര് പറഞ്ഞു, ഓ ഇനിയിപ്പം അതിന്റെ ആവശ്യമില്ല. അങ്ങനെ കുഞ്ഞിനെ അവിടുന്ന് അവന് ഇത് പേടിച്ച് എപ്പോഴും അവിടെ കിടക്കുന്നു. ഇവരെല്ലാം ഈ പേഷ്യൻസ് ഇങ്ങനെ ഇവർ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ അവനെ വാർഡിലോട്ട് മാറ്റുമായിരുന്നെങ്കിൽ എന്തായാലും മൂവ് ചെയ്യാൻ തുടങ്ങി. കാലം ഒരു വിരൽ അനക്കിയില്ലോ. ഇത് അസെൻഡിങ് ടൈപ്പ് ആയിട്ട് സ്ലോലി അതേപോലെ തന്നെ റിക്കവർ ആകത്തുള്ളൂ. അങ്ങനെ അവനെ അവർ വാർഡിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ നേഴ്സാണെന്ന് അവർക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞാൽ ഞാൻ നേഴ്സാണെന്ന്. അപ്പം അങ്ങനെ അവന് വാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ വാർഡിൽ കിടത്തുക. ഇത് ഈ ഇച്ചിരിച്ചേ ഇമ്പ്രൂവ് ആകുമ്പോൾ ഭയങ്കര വേദനയാ കുഞ്ഞിന്, ദേഹത്ത് സഹിക്കാൻ വയ്യാത്ത വേദന. അപ്പൊ ഓരോ മിനിറ്റും ഞാൻ അവനെ അങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം. ഞാനും എൻ്റെ അനിയത്തി മാറി മാറി അവന്റെ കൂടെ ഇരുന്ന്. അങ്ങനെ 8-ാമത്തെ ദിവസമായപ്പം ഓണത്തിന്റെ വെക്കേഷൻ വരികയാണ്. അപ്പം ഈ ഡോക്ടേഴ്സ് എല്ലാം അവധിക്ക് പോകും. അപ്പം ഞാൻ ആ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഇനിയിപ്പം ഇവിടെ ട്രീറ്റ്മെന്റ് ഒന്നും വേറെ ഇല്ല, ഫിസിയോതെറാപ്പിയേ ഉള്ളൂ. അപ്പൊ ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോട്ടെ ഞാൻ ചോദിച്ചു. കാരണം അവിടെ ലാൽച്ചാന്റെ അമ്മ ഒത്തിരിയും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ഇപ്പം നിത്യതയിൽ വിശ്രമിക്കുക അമ്മച്ചി, തിരുവല്ലയിലെ എല്ലാവർക്കും അറിയാം, കുഴിക്കാട്ടെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന അമ്മച്ചി എന്നാണ് എല്ലാവരും തന്നെ അറിയപ്പെടുന്നത്. അപ്പൊ ആ അമ്മച്ചിയൊക്കെ ഇവനെ കാണാതെ വിഷമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അവനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുക, തിരുവല്ലയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങള് ഒരു വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, തിരുവല്ലയിലുള്ള വീട്ടിൽ കൊണ്ടുപോകരുത്, അതിന് മാത്രം ആയിട്ടില്ല. അപ്പം എനിക്ക് എന്റെ ദൈവം തന്ന കൃപ ശക്തി കൊണ്ട് ഞാൻ പറഞ്ഞു, അവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം, അവന് ഫിസിയോതെറാപ്പി അല്ലേ, അത് ഞാൻ തന്നെ ചെയ്തോളാം. അന്നേരം എന്റെ ഹസ്ബൻഡും വന്നു, ഇളയ കുഞ്ഞുങ്ങളെ നോക്കാനും പുള്ളിക്കാരനും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് മോനെ തിരുവല്ല വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നെ ഹെൽത്തുകാരും അവരും ഇവരും എല്ലാം വന്ന് പരിശോധനയാണ്. കാരണം ഇത് പോളിയോ ആണോ എന്നൊരു സംശയം ആളുകൾക്ക്. കാരണം പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്താണല്ലോ കേരളത്തിൽ. അപ്പൊ ഇത് പോളിയോ വീണ്ടും ഔട്ട്ബ്രേക്ക് ആണോ എന്നുള്ള സംശയം കൊണ്ട് ഹെൽത്തുകാരും എല്ലാവരും വരുവാണ്. പിന്നെ അവന്റെ സ്കൂള് മൊത്തം ടീച്ചേഴ്സ് അവനെ കാണാം. അവൻ മരിച്ചു പോകുന്നതാണെന്ന് എല്ലാവരും ഓർത്തത്. അവൻ ജീവനോടെ തിരിച്ചു വന്നതിനപ്പോ എല്ലാവരും അവനെ വിസിറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് മുഴുവൻ പേരും വന്നു. അതിലേറ്റവും എനിക്ക് എടുത്തു പറയേണ്ട മലയാളം ടീച്ചർ അവന്റെ ആൻസർ എഴുതിയ പേപ്പറും കൊണ്ടാണ് വന്നേ അവനെ കാണാൻ. ഇത് കണ്ടോ, എന്നോട് പറയാ, ചേച്ചി എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ട്, മലയാളം അറിയത്തില്ലാത്ത കുഞ്ഞ് ഒത്തിരി അക്ഷരത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഉത്തരം അവൻ അറിയാം, അതുകൊണ്ട് ഞാൻ 100 മാർക്കും കൊടുക്കുവാന്ന് പറഞ്ഞു. അത് എനിക്ക് മറക്കാൻ വയ്യാത്തൊരു കാര്യമാണ് പക്ഷേ എന്റെ കുഞ്ഞിനെ അത്രമാത്രം അവർ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞാണ്, ഈ വർഷം കുഞ്ഞിന് ബെഡ് തന്നെ ആയിരിക്കും, ഇനിയിപ്പം ഒരു വിരലനങ്ങിയെന്നുകൊണ്ട് ഇനിയിപ്പോ ഒത്തിരി സമയം എടുക്കും ഇത് റിക്കവർ ആയി വരാൻ.
പക്ഷെ അവനുവേണ്ടി ഒരു വലിയ കൂട്ടം ദൈവജനം പ്രാർത്ഥിച്ചു പാസ്റ്ററെ. സൗദി അറേബ്യയിലും അവനെ അറിഞ്ഞെടുത്ത് മുഴുവൻ ആളുകൾ, വേങ്ങൽ ചർച്ചിലൊക്കെ ആളുകളെല്ലാം കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച ദേവദാസന്മാരുണ്ട്, ഞങ്ങളെ ഒരു പരിചയമില്ലാത്തവർ പോലും. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവൻ സ്ലോലി അവൻ റിക്കവറായി. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് ഗിലിയൻ പാരിയെ പറ്റി റിസർച്ച് ചെയ്ത് എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് എഴുതണം, ഇത് അറിയത്തില്ല, അതുകൊണ്ട് അങ്ങനെ അവന് പതുക്കനെ പാസ്റ്ററെ അവൻ ഇമ്പ്രൂവ് ആയി തുടങ്ങി. അതിനിടയ്ക്ക് പറയട്ടെ, ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ UK വരാൻ വേണ്ടി. പക്ഷെ അതിന്റെ ഒരു അനക്കവും ഇല്ലാതിരിക്കുമ്പോഴാണ് എന്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നപ്പോൾ അവരുടെ കോള് വന്നിരിക്കുകയാണ്, നിനക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു, അവര് എന്നെ വിസ കോളിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പം മോനെ ഡിസ്ചാർജ് ആയി കൊണ്ടുവന്ന് കഴിഞ്ഞ് സെപ്റ്റംബറിലാണത്. ഒക്ടോബറിൽ എനിക്കൊരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുക. ഞാൻ VSF പോകണം, നമ്മള് മദ്രാസിന് പോകാൻ വേണ്ടി. അപ്പം മദ്രാസ് VSF പോകണ്ടേ. അപ്പം നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ എന്റെ അനിയത്തിയെ വിളിച്ച് വീട്ടിലാക്കിയിട്ട് മോനെ, അവള് നേഴ്സാണ്, അവൾക്ക് അന്നേരം കുഞ്ഞാവെ ഉള്ളതുകൊണ്ട് അവള് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവള് വന്ന് അവളുടെ മദറിലോ അവളുടെ കുഞ്ഞിനെ നോക്കിയിട്ട് അവള് ഫുൾ ടൈം ഞങ്ങളുടെ വീട്ടിൽ വന്നിന്ന് എന്റെ മോനെ കെയർ ചെയ്തിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഇന്റർവ്യൂവിന് വേണ്ടി പോവാണ്. അന്നും കുഞ്ഞ് ബെഡിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ആദ്യത്തെ ചാൻസിൽ എനിക്ക് അവര് വിസ റിഫ്യൂസ് ചെയ്തു. കാരണം അവര് പറഞ്ഞു, അന്നൊക്കെ ഒത്തിരി ഇങ്ങനെ കളിപ്പീര് നടക്കും, ഇവിടെയുള്ള ആളുകൾ, UK ആളുകൾ ചുമ്മാ കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട് ഇത് എഡ്യൂക്കേഷൻ സ്ഥാപനമാകുമ്പോൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പം BSF അത് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു, ഈ പിറ്റ്മാൻ ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ആളുടെ പേരിലാണ് ഒരാൾ എനിക്ക് വിസ തന്നത്, ആന്ധ്രക്കാരനായിരുന്നേ. അപ്പൊ അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനവും ഇല്ല, ഇങ്ങനെ ഒരു നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല, അതുകൊണ്ട് നിനക്ക് വിസ ഇല്ല, നീ പെട്ടെന്ന് തന്നെ UK വിളിച്ച് പറയുന്നത് കള്ളത്തരമാണ് ഇവർ ചെയ്യുന്നത്, നിന്നെ അവർ ചീറ്റ് ചെയ്യുക എന്ന് പറയാൻ പറഞ്ഞ അയാള് ബ്രിട്ടീഷുകാരനായിരുന്നു, സ്റ്റീവ് എന്ന് പറഞ്ഞ അയാൾ റിഫ്യൂസ് ചെയ്തു പാസ്റ്റർ. പക്ഷെ ആ ഒരാഴ്ച ഭയങ്കര സങ്കടത്തോടെ തിരിച്ചു വരികയാണ് ഞങ്ങള്. വിസ കിട്ടിയില്ലല്ലോ, കാരണം ഞങ്ങളുടെ പൈസ എല്ലാം ഇങ്ങനെ മോന് വേണ്ടി ഒത്തിരി പൈസ ആയി, ഈ മരുന്നിനും എല്ലാം വേണ്ടി കുറച്ച് കൺസെഷൻ ഒക്കെ തന്നെങ്കിലും ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക, കിട്ടിയ ഗ്രാറ്റുവിറ്റി എല്ലാം കൊണ്ട് വീട് പണിയുക. സൗദി അറേബ്യയിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് ഒത്തിരി മിച്ചമൊന്നുമില്ല, കാരണം കുഞ്ഞുങ്ങളുടെ ചെലവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ പൈസ എത്ര ഉണ്ടെങ്കിലും സൗദി അറേബ്യ നമുക്ക് ഒത്തിരി ഒന്നും സമ്പാദിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുന്ന് വിസയും റിഫ്യൂസായി. അപ്പൊ ഞാൻ സങ്കടത്തോടെ തിരിച്ചു വരുമ്പോ ഞാൻ അടുത്തു എറണാകുളത്ത് എത്തിയപ്പം തിരുവല്ലയ്ക്കുള്ള ട്രെയിനാണെങ്കിലും അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും BSF ഒരു ഫോമും കൂടെ മേടിച്ച് ഒരു ഇന്റർവ്യൂ ആപ്ലിക്കേഷനും കൂടെ കൊടുത്തു. അപ്പൊ അവര് എന്നെ പിന്നെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പം ഞങ്ങളുടെ വേറെ ഒന്നും പറയാനില്ല, എന്തെങ്കിലും പറയാൻ ഇന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. അപ്പം പിന്നെ തിരിച്ചു ചെല്ലുമ്പം പക്ഷേ ഞാൻ അതായത് BSF പോയവർക്കറിയാം, ABCD എന്ന് പറയുന്നത് 3 ഓപ്പൺ ഏരിയയും Dയും Fഉം ഒരു റൂമുമാണ്. അപ്പം എല്ലാവരും കേൾക്കും നമ്മൾ വെളിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ നാണം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് F മതി എന്ന് പറഞ്ഞു. അപ്പൊ ഫോൺ എടുത്ത പയ്യൻ ചോദിച്ചു, അവിടെ ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ, അവനൊന്നും അവിടെ കാണത്തില്ല, ഇങ്ങനെ കളിയാക്കി തമാശ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ ഇന്റർവ്യൂവിന് പോവാ പക്ഷേ. അവിടെ ചെന്നപ്പോ ഒന്നും പറയണ്ട ഭാഷ, ഒരു ആഫ്രിക്കക്കാരത്തിയാണ് പുള്ളി, ഒരാൾക്ക് പോലും വിസ കൊടുക്കുകയില്ല. അവള് എന്തെങ്കിലും പറഞ്ഞ അവള് തള്ളിക്കളയും. അവളെ കണ്ടു എല്ലാരും പറഞ്ഞു അവളാണ് Fൽ ഇരിക്കുന്നതെന്ന്, എല്ലാരും റിഫ്യൂസ് ചെയ്യും. അപ്പൊ അവിടെ ചെന്നപ്പോ പാഷേ അവൾ എന്നോട് ചോദിച്ചു, ഒരാഴ്ച മുന്നേ നീ എന്റെ വിസ റിഫ്യൂസ് ചെയ്തു, നീ എന്തുകൊണ്ടാ വീണ്ടും അപ്ലൈ ചെയ്തത്, എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, നിനക്ക് കൂടുതൽ ഡോക്യുമെന്റ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവരെ UK വിളിച്ചപ്പോ അവരെന്നോട് പ്രൊസീഡ് ചെയ്യാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു കള്ളാസും ഇല്ല, ഒന്നുമില്ല പക്ഷേ ദൈവം എനിക്ക് വേണ്ടി അവൾ പ്രവർത്തിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഓക്കെ ലെറ്റ് മീ സീ. അങ്ങനെ അവള് പോയി അകത്തോട്ട് പോയി നോക്കിയിട്ട് നോക്കാൻ വേണ്ടി അവൾ പോയപ്പോ ഞാൻ നോക്കുകയാണ്, അവളുടെ പേപ്പർ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരെയും അവള് ആറ് എല്ലാവരും റിജക്ട് ചെയ്തിരിക്കുകയാണ് മോർണിംഗിലത്തെ. എനിക്ക് ആഫ്റ്റർനൂണിലായിരുന്നേ. പക്ഷെ അവൾ തിരിച്ചു വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തു പാസ്റ്ററെ. എന്നോട് മെഡിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിനെല്ലാം ഉത്തരം പറഞ്ഞു. ഐ ആം വെരി ഗ്ലാഡ് ടു ഗിവ് യു വിസ എന്ന് പറഞ്ഞു പാസ്റ്ററെ. അപ്പൊ ഞാന് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം എന്റെ ഹസ്ബൻഡ് എന്നെ വെയിറ്റ് ചെയ്യുന്ന പോലും ഇല്ല, കാരണം കിട്ടത്തില്ലെന്ന് ഉറപ്പായില്ല, കാരണം ആഫ്രിക്കക്കാരിയാണ് തിരിക്കുന്നത്. ഇന്നും അവളുടെ മുഖം ഞാൻ മറന്നിട്ടില്ല പക്ഷേ. അപ്പം അതിൻ്റെ കൂടെ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയും പോയിട്ട് പുള്ളിക്കാരിക്കൊന്നും കൊടുക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല, അവളുടെ റിഫ്യൂസ് ചെയ്ത കന്യാസ്ത്രീ ഞങ്ങളുടെ ട്രെയിനർ ഉണ്ടായിരുന്നു, അങ്ങനെ ഫെയിലായി പോയിട്ട്. എന്നിട്ട് പക്ഷേ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ അവിടെ എല്ലാവരും കൂടിയിരിക്കുക, നമ്മുടെ റിലേറ്റീവ്സ് ഇങ്ങനെ ഓരോരുത്തർ ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ കിട്ടിയവരെല്ലാം ആർക്കും കിട്ടിയിട്ടില്ല, എല്ലാവരും ഇങ്ങനെ പൊടിയും തട്ടി എന്റെ ഹസ്ബൻഡ് എന്റെ മുന്നേ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയത്. പുള്ളിക്കാരന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ. എനിക്ക് വിസ കിട്ടി, കാരണം ആ ഒരാഴ്ച ഉണ്ടല്ലോ പക്ഷേ എനിക്കത് വേണമായിരുന്നു. കാരണം ഞാൻ ഇവിടെ സ്റ്റുഡന്റ് വിസയിലാണ് വന്നത്, സ്റ്റുഡന്റ് വിസയാണ് ഇതേ. അപ്പൊ 6 മാസം ആകുമ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് വിസ റിന്യൂ ചെയ്യണം. അപ്പത്തേക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ ഞങ്ങളെ കൊണ്ടുവന്ന ആൾ ഒരു കളിപ്പിയിലായിരുന്നു പക്ഷേ. ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് അഡാപ്റ്റേഷൻ ചെയ്യുവാണ്, നേഴ്സസ് ഇന്റർനാഷണൽ നേഴ്സസിന് അഡാപ്റ്റേഷൻ പ്രോഗ്രാമാണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 6 മാസത്തിനകം വീണ്ടും റിന്യൂ ചെയ്യണം. അപ്പം പക്ഷേ അവർക്ക് ഫ്രീ ആയിട്ട് അഡാപ്റ്റേഷൻ ചെയ്ത് കൊടുക്കണം, നമുക്ക് ഒറ്റ പൈസ വരത്തില്ല. 3 ലോങ് ഡേ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ
അഗ്രിമെന്റ് ഒക്കെ ഇവര് കള്ളത്തരത്തിൽ സൈൻ ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് പാസ്റ്റേ 3 ദിവസം ചെയ്തപ്പം അത് വിട്ടേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി, വിട്ടുപോയി. എന്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു ഫോം അയച്ചു തന്നായിരുന്നു, ഞാനിപ്പോ അയക്കുന്ന ഹോസ്പിറ്റലിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഞാൻ അപ്ലൈ ചെയ്ത് ദൈവത്തിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ഫ്രീ ആയിട്ട് അഡോപ്റ്റേഷൻ ചെയ്തപ്പം NHS-ല് ശമ്പളത്തോടു കൂടെ ICU-ല് അഡോപ്റ്റേഷൻ ചെയ്യാൻ ദൈവം എനിക്ക് കൃപ തന്നു പാസ്റ്ററെ. ഞാൻ അങ്ങനെ ആ ബാച്ചിൽ വന്നതിൽ ഞാൻ മാത്രമാണ് ശമ്പളം മേടിച്ച് അഡോപ്റ്റേഷൻ ചെയ്തത്. കാരണം NHS-ൽ എനിക്ക് വിസ ഒരുക്കാൻ വേണ്ടി ആ ഒരാഴ്ച എനിക്ക് വേണമായിരുന്നു. കാരണം ആ ആഴ്ച ഇല്ലായിരുന്നെങ്കിൽ എന്റെ വിസ ഇല്ലാതെ ഞാൻ നിൽക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് എന്റെ ആദ്യത്തെ ഒരാഴ്ച വിസ അന്ന് ക്യാൻസൽ ചെയ്ത് വെച്ചത് ഞാൻ പിന്നെ ഓർത്തിട്ടുണ്ട്. കാരണം എന്റെ വിസ റിന്യൂ ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്റെ പാസ്പോർട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അന്നേരം എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല അഡോപ്റ്റേഷൻ. അങ്ങനെ ICU-ൽ ഞാൻ അഡോപ്റ്റേഷൻ ചെയ്ത് 2005-ല് അങ്ങനെ പിൻ നമ്പർ കിട്ടി, ജോലിയായി. ഇവിടെ ഇത്രത്തോളം ICU-ൽ നിന്ന് ഞാൻ പീഡിയാട്രിക് ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത്. കാരണം ഒരുപാട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പിന്നെ പുറകെ വന്നു. പക്ഷെ അങ്ങനെ മോൻ ഇവിടെ വന്നിട്ട് കഥയാണ് പറഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ പറയാം. അതായത് മോനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2004 ഒക്ടോബറിലാണ് ഇവിടെ വന്നത് UK-ല്. അന്ന് ഞാൻ സിംഗിളാണ്, ഫാമിലി നാട്ടിലാണ്. 2005 ഒക്ടോബറിൽ അതേപോലെ ഞാൻ തിരിച്ചുപോയി എന്റെ ഫാമിലിയെ കൊണ്ടുവരാൻ. അന്നേരം അന്ന് ബെഡേ കിടന്ന് എന്റെ മകൻ നടന്നു വന്നു എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ. ദൈവനാമം മഹത്വത്തിനായിട്ട് പറയുക പാസ്റ്റേ. എന്റെ മോൻ നടന്നു വന്നു. വീട്ടിൽ ചെന്ന് ഞങ്ങൾ അന്ന് വീട് പണിയൊക്കെ കഴിഞ്ഞ് വീടിന്റെ താമസം കഴിഞ്ഞ് വെച്ച് ഞങ്ങള് ഇങ്ങോട്ട് തിരിച്ചു പോരുവാണ്. ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോ ഇവിടെ സ്കൂളിന്റെ ഹാഫ് ടൈം ആണ് ഒക്ടോബറിൽ. അങ്ങനെ കുഞ്ഞുങ്ങള് ഒരു ഹാഫ് ടൈം മാത്രമാണ് ആ ഒരു ടൈമിൽ പഠിച്ചത്. അത് കഴിഞ്ഞ് ഇവിടെ ഹൈസ്കൂളാണ്. നമ്മുടെ നാട്ടിൽ 6ാം ക്ലാസ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 7ാം ക്ലാസ്സിലെ ഹൈസ്കൂൾ. ഇവിടെ ഏജ് അനുസരിച്ചാണ് സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത്, നമ്മുടെ നാട്ടിൽ പഠിച്ചതിന്റെ അനുസരിച്ചല്ല. അങ്ങനെ അവന് ഹൈസ്കൂളിലാണ് 7ാം ക്ലാസ്സിൽ കിട്ടിയത്. പാസ്റ്റർക്ക് കേൾക്കണോ, കുഞ്ഞിവിടെ വരുമ്പോഴും അവന് ഒരു കാലിന് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളുകാർ ഒത്തിരി ഇങ്ങനെ മാനുഷികപരമായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ആൾക്കാരാ. മോൻ ഇങ്ങനെ നടക്കാൻ ഇച്ചിരി സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ അവന് മാത്രം ലിഫ്റ്റ് പാസ് കൊടുത്തു. കാരണം കുഞ്ഞുങ്ങൾ ലിഫ്റ്റ് ഉപയോഗിക്കാൻ അലൗഡല്ല ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, ലിഫ്റ്റേ പോവുകയും വരികയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്ററെ ആ വർഷം സ്കൂൾ എൻഡിങ്ങില് ഇംഗ്ലീഷിന് ഇവന് ട്രോഫി കിട്ടി പാസ്റ്ററെ. ദൈവം എത്ര അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന അറിയാവോ. എന്റെ കുഞ്ഞ് ഒരു ടൈം മുഴുവൻ പഠിച്ചില്ല, ഹാഫ് ടൈം കഴിഞ്ഞാ വന്ന് ചേർന്നേ. അവന് ഇംഗ്ലീഷിന് ആ വർഷം 7ാം ക്ലാസ്സിൽ ട്രോഫി മേടിച്ചു. ആ ട്രോഫി അവന് പ്രിൻസിപ്പാൾ അവന് ഇരിക്കുന്നിടത്ത് സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ട് കൊടുത്തപ്പം എന്റെ ഹസ്ബൻഡ് അന്ന് കണ്ണ് നിറഞ്ഞു പോയെന്ന് പറഞ്ഞു. കാരണം ഞാനന്ന് ജോലിയായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ അവന്റെ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവൻ ഇവിടെ 11ാം ക്ലാസ്സിലാണ് സ്കൂൾ തീരുന്നത്. 11ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ വർഷം ഏറ്റവും ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റിനുള്ള അവാർഡ് ദൈവം എന്റെ കുഞ്ഞിന് കൊടുത്തു. അവനൊരു നല്ല പൈതലായിരുന്നു പാസ്റ്റർ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ല പക്വതയും അവന്റെ അനിയന്മാരെ നന്നായിട്ട് കെയർ ചെയ്യുകയും ഒത്തിരി ഹെൽപ്പ്. ഞങ്ങൾക്ക് ഒരു തണുപ്പാണ് ഞങ്ങളുടെ മോൻ. ഞാൻ എന്റെ പിതാവിന് ഒരു തണുപ്പായ പോലെ എന്റെ മോൻ ഞങ്ങൾക്ക് ഒരു തണുപ്പാ പാസ്റ്റർ. അങ്ങനെ അവന് പഠിച്ചു. അവൻ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അവന് ലോ ആണ് പഠിച്ചത്. ലോ പഠിച്ചു കഴിഞ്ഞ് പാസ്സായി. അവന് ലോയിൽ പിന്നെ തുടർന്നില്ല. അവന് നല്ലൊരു ജോലി കിട്ടി. ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് ഒരു കമ്പനി കയറി. അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവനൊരു പ്രൊജക്ട് മാനേജറെ ഇങ്ങനെ ഷാഡോ ചെയ്ത് അവന് വേറൊരു കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായി. ഇപ്പൊ അവൻ ക്യാപ്ജെമിനിയിൽ പ്രൊജക്ട് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ അവന് 31 വയസ്സായി ഈ വർഷം. ദൈവത്തിന്റെ കൃപയാൽ പാസ്റ്റർ അവനിപ്പോ ഒരു ഡിഫക്റ്റും ഇല്ല. ദൈവത്തിന്റെ കരുണ കൊണ്ട്. സാധാരണ ഗിലിയൻ-ബാരി സിൻഡ്രോം വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ന്യൂനതകൾ കാണും ജീവിതത്തിൽ. അവർക്ക് എന്തെങ്കിലും ഒരു ബലഹീനത ആയിട്ട് ചെറുതായിട്ടെങ്കിലും കാണും. ഇവന് പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ദൈവം അത്ഭുതകരമായിട്ട് അവനെ നടത്തി. അവന് മലയാളമൊക്കെ നന്നായിട്ട് 3 പിള്ളേരെ മലയാളത്തിലാണ് ഞങ്ങൾ സംസാരിക്കുള്ളൂ. അവർ തമ്മിൽ മലയാളം പറയത്തില്ല, ഞങ്ങൾ അവരോട് മലയാളമേ പറയുള്ളൂ. അതുകൊണ്ട് 3 പേരും മലയാളത്തിൽ സംസാരിക്കും. ഇംഗ്ലീഷിലോട്ട് ഇവിടുത്തെ പാസ്റ്റർ മലയാളം പ്രസംഗിക്കുമ്പം അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവൻ 2022 ഇപ്പൊ 2 വർഷമാകുന്നു. 2022 ഏപ്രില് അവന്റെ കല്യാണം നടക്കാൻ ദൈവം സഹായിച്ചു. ഇവിടെ തന്നെയുള്ള ഒരു പാസ്റ്റർ TG സാംകുട്ടി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എല്ലാവരും അറിയും, ഒരു ജോർജ് പാസ്റ്റർ, നമ്മുടെ ഒത്തിരി ദൈവത്തിനു വേണ്ടി ഒത്തിരി ജീവിച്ച ഒരു ദേവദാസന്റെ കൊച്ചുമകളാണ്. അതുപോലെ അമേരിക്കയിൽ നിന്ന് ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞു ഷാലിയുടെ ചേച്ചിയുടെ കൊച്ചുമോളാണ് കല്യാണം കഴിച്ചത്. അതായത് അതിലൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഞാൻ പെരിങ്കിരിയിലെ ഫെത്തോമിലാണ് വളർന്നതെന്ന് പറഞ്ഞില്ല. അപ്പം ഞാനും ഷേർലിയൊക്കെയാണ് കളിക്കൂട്ടുകാരായിരുന്നത്. അപ്പൊ ഷേർലിയുടെ അപ്പച്ചനും എന്റെ ചാച്ചിയൊക്കെ
എപ്പോഴും ഇരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിക്കും. ആ അപ്പച്ചന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡിനെയാണ് ദൈവം ഞങ്ങൾക്ക് മകളായിട്ട് തന്നത്, എമിലിൻ സാമുവൽ. അങ്ങനെ അവർ സന്തോഷമായിട്ട് അവർ വേറെയാണ് താമസിക്കുന്നത്. മോൻ സോഷ്യൽ വർക്കറാണ്, മോന് അവർ രണ്ടുപേരും ദൈവത്തിന്റെ കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഇളയ 2 കുഞ്ഞുങ്ങള്, ഒരാള് ഫാർമസി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അവൻ ജോലിയുണ്ട്, മറ്റേ ആള് ഇപ്പൊ നഴ്സിംഗ് പഠിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം തന്ന വേല ദൈവത്തിന് വേണ്ടി ഞങ്ങളോട് ദൈവത്തിന്റെ ആലോചനയുണ്ട്. ഞങ്ങൾ ഇവിടെ പോയാൽ എനിക്ക് ഒരിക്കലും ഒരു പാസ്സായിരിക്കാനൊന്നും, കാരണം എൻ്റെ ഇച്ഛാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന കണ്ടുകൊണ്ട് അതിന് താല്പര്യമേ എനിക്കില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു ഇവിടെ വന്നും ഇവിടെ ദൈവത്തിന് വേണ്ടി ഒരല്പം ചെറിയതായിട്ട് ഞങ്ങൾ എപ്പോഴും ഞാനും എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, സഹോദരിയുണ്ട്, ഞങ്ങൾ ഒരു ട്രാക്ട് കൊടുക്കാൻ പോകും. പക്ഷെ ഒരവധിയുണ്ട്, ഞങ്ങൾ അന്ന് പോയിരിക്കും. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റുകളിൽ കൂടെ സിറ്റി സെന്ററിലെല്ലാം പോയി ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഞങ്ങൾ ട്രാക്ട് കൊടുക്കും. ഒരു ഇംഗ്ലീഷുകാരന് ഞങ്ങളോട് എപ്പോഴും വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇപ്പം ചില സാഹചര്യങ്ങൾ നിമിത്തം ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ സാറ്റർഡേ ഞങ്ങൾ പോയി അവധിയുള്ളിടത്തോളം പോയി ട്രാക്ട് കൊടുക്കും. എല്ലാ സിറ്റി സെന്ററിലും പോകും, ആളുകളോടൊക്കെ പറയും. പിന്നെ ചെറിയ ചർച്ചായിട്ട് തുടങ്ങി IPCയോട് ചേർന്നാണ് ചർച്ച ആയിരിക്കുന്നത്. ഒരു ഹോൾ ഹയർ ചെയ്ത് അവിടെ ഇങ്ങനെ ദൈവവേല ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, പക്ഷേ ഒരുപാട് ഓപ്പറേഷന് വിധേയമായിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലാവർക്കും കേട്ടാൽ അതിശയം തോന്നുന്ന ഒരു കാര്യം പറയണമെന്ന് ചോദിച്ചാൽ, എൻ്റെ അമ്മ മരിച്ചു. എൻ്റെ ഇച്ചായൻ മരിച്ചു കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് എൻ്റെ അമ്മയും മരിച്ചു. എൻ്റെ അമ്മയ്ക്ക് അന്ന് 76 വയസ്സുള്ളായിരുന്നു. എൻ്റെ ഇച്ചായൻ മരിക്കുമ്പം 73 വയസ്സ്. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പം പെട്ടെന്നൊരു ഞെട്ടി ഉണർന്നു. ഞാനൊരു സ്വപ്നം കാണുവാണ്. എൻ്റെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം എൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കുമ്പം അമ്മ എൻ്റെ വയറിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മയുടെ വയറിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഉണർന്നിട്ട് ഞാൻ സമയം നോക്കിയപ്പോൾ 3 മണി വെളുപ്പിന്. അപ്പം ഞാൻ വയറിൽ ഒരു കുഴപ്പമില്ല, ഞാൻ തപ്പിയൊക്കെ നോക്കി വയറിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞ് കറക്റ്റ് പിറ്റേ ദിവസം 3 മണിയായപ്പോൾ വയറിനകത്ത് ഭയങ്കരമായ വേദന. ഞാൻ ഉണർന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കിടന്നുറങ്ങി, എനിക്ക് അങ്ങനെ ഹെൽത്തിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അങ്ങനെ ഇതെന്തായിരിക്കും ഇതിങ്ങനെ ഓർത്തു. പിന്നെ എന്തായാലും നേരം വെളുത്തപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, വേദനയൊക്കെ പോയി. പക്ഷെ ഞാൻ ജോലിക്ക് പോയി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചിൽഡ്രൻ ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 8 till 6 ആണ് ജോലി. 9 o'clock ആയപ്പോഴത്തേനും വീണ്ടും വേദന വന്നു, ഭയങ്കര വേദന. അപ്പൊ എനിക്ക് വേദന വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായി കൺസിഡർ ചെയ്യും നമ്മളെ. എനിക്കിങ്ങനെ വേദനയാണെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ സിസ്റ്റർ ഇൻചാർജ് പറഞ്ഞു, പെട്ടെന്ന് ANEയിലോട്ട് പൊക്കളാൻ പറഞ്ഞു. ആക്സിഡൻസ് എമർജൻസി ഞങ്ങളെ തൊട്ടടുത്താണ്. കോവിഡിന്റെ പീക്ക് ടൈമാണ് നടക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് ANE പോയി. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിന്നെ അർജന്റ് കെയർ സെന്ററിലോട്ട് വിടുക. അവർ നമ്മളിങ്ങനെ GP പ്രാക്ടീസ് പോലെ ഹോസ്പിറ്റലുണ്ട്, അർജന്റ് കെയർ സെന്റർ. അവർ പെട്ടെന്ന് നോക്കിയിട്ട്, അതിന് വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നുമില്ല, പെട്ടെന്ന് എന്നോട് പറഞ്ഞു നീ അർജന്റ് കെയർ സെന്ററിലോട്ട് പോകാൻ പറഞ്ഞു. അവർ അസസ് ചെയ്തിട്ട് എന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് എന്നെ സർജിക്കൽ അസസ്മെന്റ് യൂണിറ്റിലോട്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു ഒരു സ്കാൻ ചെയ്യണം, ഇങ്ങനെ വേദന. അവർക്ക് പരിശോധനയിൽ അവർക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടെന്നും കൊണ്ട് പെട്ടെന്ന് സ്കാൻ ചെയ്തു. അന്ന് സ്കാൻ ചെയ്തപ്പം എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇത് മൂവ് ചെയ്താൽ പിന്നെ ഈ വേദന സഹിക്കാനേ പറ്റത്തില്ല, അവിടെ എത്രയും പെട്ടെന്ന് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അന്ന് തന്നെ അവരെന്നെ വീട്ടിൽ വിട്ടു. പിറ്റേ ദിവസം തന്നെ ഒന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഗോൾ ബ്ലാഡറിന്റെ സർജറി കഴിഞ്ഞു. സ്റ്റോണും എല്ലാം കൂടെ ഗോൾ ബ്ലാഡർ അവർ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് 2 ആഴ്ചക്കായി ഞാൻ അബ്സല്യൂട്ട്ലി ഓക്കെ ആയി, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ജോലിക്ക് തിരിച്ചു പോയി. അങ്ങനെ ജോലിയെല്ലാം ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാതിരിക്കുന്ന സമയത്ത് എനിക്കിതുപോലെ തന്നെ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ്, അന്നേരം സ്വപ്നമൊന്നും കണ്ടില്ല, ഞാൻ അങ്ങ് ഛർദ്ദിച്ചു കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേന് ജോലിക്ക് പോയപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ എൻ്റെ ലോവർ അബ്ഡോമിനിൽ ഭയങ്കരമായ വേദന. അപ്പം എനിക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ മൈൻഡ് ചെയ്യത്തേയില്ല, അത്രയൊരു സ്വഭാവം എനിക്ക്. അത് ക്ലൈമാക്സിൽ എത്തിക്കഴിയുമ്പോഴേ അത് ഞാൻ കാണിക്കത്തുള്ളൂ, ആരോടും പറയത്തുപോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഇത് വേദന സഹിക്കാൻ വയ്യാത്തപ്പം ഇതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ എന്നെ അർജന്റ് കെയർ സെന്റർ ANE വിട്ടു. അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു, അവർ സിംറ്റംസ് ഒക്കെ ചോദിച്ചേച്ച് അവർ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് അർജന്റ് കെയർ സെന്ററിൽ പോവുക. അവിടുന്ന് ഇതുപോലെ തന്നെ എന്നെ പിന്നെയും അങ്ങോട്ട് എന്നെ സർജിക്കൽ അസസ്മെന്റ് യൂണിറ്റിൽ വിട്ടു. ഇവിടെ ഓരോ സ്കാനൊക്കെ ഉണ്ട്, ഒത്തിരി നമ്മൾ ക്യൂ ആണ്, നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ അർജന്റ് കെയർ വഴി ചെയ്യുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്യും. അങ്ങനെ ഈവനിങ് വരെ വെയിറ്റ് ചെയ്തു. ഈവനിങ്ങിൽ എന്നെ സ്കാൻ ചെയ്തു. അന്നേരം അവർ പറഞ്ഞു ഞങ്ങളുടെ സ്കാൻ ഫൈൻഡിങ്സിലെ നല്ല കാര്യങ്ങളല്ല, ഒരു വലിയ ട്യൂമർ എൻ്റെ ലോവർ അബ്ഡോമിനിൽ, അതായത് ബിറ്റ്വീൻ യൂറിറ്റേഴ്സ് ആൻഡ് എൻ്റെ ബ്ലാഡർ ഒരു ട്യൂമർ വളരുക. അത് ഇതിനു മുന്നേ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഫാസ്റ്റ്ലി ഗ്രോവിങ് ഒരു ട്യൂമറാണ്. അപ്പൊ അവർ പറഞ്ഞു ഇത് ക്യാൻസറസ് ആകാൻ എല്ലാ സാധ്യതയുണ്ട്.
അപ്പൊ അടുത്ത പ്രതിവിധി എന്താ, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ. അപ്പൊ ഒരു അന്നേരം കോവിഡിന്റെ പീക്ക് ടൈമാണ് നടക്കണം. 2021 സംഭവം. അപ്പം 21 ഒക്ടോബറിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ അവർ സ്കാൻ ചെയ്തു. അവർ പറഞ്ഞു ഇത് വലിയ ഫാസ്റ്റ്ലി ഗ്രോ ചെയ്യുന്നതാണ്. ഇത്രയും, അല്ലെങ്കിൽ സാധാരണ ആണെങ്കിൽ ഇങ്ങനെ ഇതിനു മുന്നേ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ കാണാത്തത് പെട്ടെന്ന് ഇങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവര് എന്നെ MD ടീം എല്ലാം കൂടി പെട്ടെന്ന് ഓപ്പറേഷൻ, ഈ ആഴ്ച തന്നെ ഓപ്പറേഷൻ വേണം തീരുമാനിച്ചു. എന്നോട് ചോദിച്ചു ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും ഞങ്ങൾ കംപ്ലീറ്റ് അബ്ഡമൻ തുറക്കണം, അപ്പം ഞങ്ങൾ കംപ്ലീറ്റ് ഹിസ്റ്റക്ടമി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അതാണ് നെസസറി, എങ്കിൽ ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. എന്തോ എനിക്ക് നല്ല ധൈര്യമായിരുന്നു. പക്ഷേ അപ്പം എന്നെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് നേഴ്സ് കണ്ട് എനിക്ക് എല്ലാ ഇൻഫർമേഷനും തന്ന്, ഇത് പോസ്റ്റ് കെയർ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ലീഫ്ലെറ്റുകളെല്ലാം തന്നാണ് എന്നെ വീട്ടിലോട്ട് വിട്ടത്. അപ്പൊ ആ ആഴ്ചയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. സർജറിയാണ്. അങ്ങനെ സർജറിക്ക് വേണ്ടി പോകുമ്പം നമ്മുടെ നാട്ടിലൊന്നും പോലെ ഒരാൾ കൂടെ വരാനോ നമ്മളെങ്ങനെ ആനയിച്ചുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ നടന്നാണ് തിയേറ്ററിലോട്ട് ഒരു അറ്റൻഡറിലൂടെ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് സ്പൈനൽ തന്നു. സ്പൈനൽ കഴിഞ്ഞേച്ച് അവർ നമ്മൾ സ്പൈനൽ കുത്തുമ്പം ഭയങ്കരമായ വേദനയാണ്, നട്ടലിലോട്ടാണല്ലോ കുത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ ഇൻസൈഡിൽ കൊണ്ടുപോയി GA തരുമ്പം പിന്നെ ഒരു പ്രശ്നം നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ സർജറി കഴിഞ്ഞു. പക്ഷേ എന്നെ ഞാൻ റിക്കവറി കിടക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു. അത് സാധാരണ ശിക്ഷയിൽ അങ്ങനെ ഛർദ്ദിക്കുന്നതാണ്. അപ്പം എന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പം നമ്മുടെ കൂടെ ഒന്നും ആരും വരാനോ നമ്മളെ വിസിറ്റേഴ്സിന് ഒന്നും അലോ ചെയ്യത്തില്ല, കോവിഡ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആണ് സർജിക്കൽ വാർഡിലൊക്കെ അമ്മ. അപ്പം ഞാനിങ്ങനെ അഡ്മിറ്റ് ആയി. അന്ന് രാത്രി എനിക്ക് ഭയങ്കരമായ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. വേദനയൊക്കെ സഹിച്ച് IV ഫ്ലൂയിഡും കാത്തീറ്ററും എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ കിടക്കുവാണ്. അങ്ങനെ കിടക്കുമ്പം ഞാൻ രാത്രി എപ്പോഴോ ഞാനിങ്ങനെ ഉണരുമ്പോൾ ഞാൻ നോക്കുമ്പം ഒത്തിരി ഡോക്ടേഴ്സും നേഴ്സുമാരെല്ലാം എൻ്റെ ചുറ്റും നിൽക്കുവാണ്. അപ്പൊ രാത്രി ഇവര് പിന്നെ ഞാൻ പറഞ്ഞപ്പോ 1 മണിയായി. അപ്പൊ ഇവരിങ്ങനെ എന്റെ ഒബ്സർവേഷൻസ് ചെയ്യാൻ വേണ്ടി വന്നപ്പം എനിക്ക് പൾസും ഇല്ല, BP ഇല്ല, ഞാൻ പെരി അറസ്റ്റിലാണ്. കാരണം ഇവർ അന്നേരം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ സ്ലോലി മരിച്ചു പോകും. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവർ അലാം ചെയ്തു. പെട്ടെന്ന് അവർ കോൾ ഔട്ട് ചെയ്തു. ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്നു. ഞാൻ കേൾക്കുന്നുണ്ട് ഷീ ലോസ്റ്റ് എ ലോട്ട് ഓഫ് ബ്ലഡ് ഇൻ ദ തിയേറ്റർ എന്നൊക്കെ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒത്തിരി ബ്ലീഡ് ചെയ്ത് പോയി. പക്ഷെ അവരോർത്ത് ഞാൻ ഹെൽത്തി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അവർ റീപ്ലേസ് ചെയ്തൊന്നുമില്ല. പക്ഷെ ഞാനും കൊളാസ് ആയി പോയി. പക്ഷേ പിന്നെ അപ്പൊ തന്നെ ഡോക്ടേഴ്സ് വന്ന് ഞങ്ങൾക്ക് എന്റെ ക്യാനിലായിട്ട് 2 യൂണിറ്റ് ബ്ലഡ് ആ രാത്രി തന്നെ കയറ്റി. അത് കയറി കഴിഞ്ഞപ്പോഴത്തേന് ഓക്കെ ആയി കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേനും വേദനയ്ക്കൊക്കെ കുറവൊക്കെ വന്ന് നമ്മളെ എടുത്ത് അവർ ഇവിടെ എയർലി ആംബുലേഷൻ ചെയ്യും. പെട്ടെന്ന് നമ്മളെ എടുത്ത് കസേരയിലൊക്കെ ഇരുത്തും. അങ്ങനെയൊക്കെ ഇവിടുത്തെ സിസ്റ്റമേ. അങ്ങനെ ഇരുത്തിയപ്പോൾ ഞാൻ പിന്നെയും തല ഇറങ്ങിപ്പോയി, ബോധം വിട്ടുപോയി. പക്ഷെ പിന്നെ അത് നോർമലാ, കാരണം പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേപ്പിച്ചുകൊണ്ടായിരിക്കും എന്നൊക്കെ ഓർത്ത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെയും വൊമിറ്റ് ചെയ്തു. പിറ്റേന്ന് ഇവിടെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് നമ്മളെ വീട്ടിൽ വിടും. 3rd ഡേയിൽ ഡിസ്ചാർജ് ആണ്. 3rd ഡേ ഡിസ്ചാർജ് ആകുമ്പോൾ ഞാൻ പിന്നെയും ഛർദ്ദിച്ചു. പിന്നെ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ ഇൻചാർജ് പറഞ്ഞു നീ വീട്ടിൽ പോകാൻ റൈറ്റ് അല്ലെന്നാ തോന്നി. അവനെ ഇല്ലില്ല കുഴപ്പമില്ല, ഹോസ്പിറ്റലിന്റെ വാതിക്കല വീട്, അത് ശരി, എപ്പം വേണമെങ്കിലും എനിക്ക് വരാം, അവർ ഓപ്പൺ ആക്സസും വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നു. പക്ഷേ വീട്ടിൽ വന്ന് രാത്രി ആയപ്പോഴത്തേനും വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് വയറ് വീർത്തു ഇങ്ങനെ വരുവാണ്. ഞാനൊരു ആപ്പിളിന്റെ പീസ് കഴിച്ചോളൂ, ഭയങ്കരമായിട്ട് പിന്നെയും കണ്ടമാനം ഛർദ്ദിക്കുക. എൻ്റെ ഹസ്ബൻഡും അല്ലാതെ പേടിച്ച് പെട്ടെന്ന് എമർജൻസി ആംബുലൻസ് വിളിച്ചു. അവർ വന്നു, അപ്സ്റ്റേർ എന്ന് എന്നെ താഴെ കൊണ്ടുവന്ന് എൻ്റെ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ അത്രയും വയറ് വീർത്തു ഭയങ്കരമായിട്ട്. അപ്പത്തേക്ക് അവിടെ ചെന്ന് സർജിക്കൽ വാർഡിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ഒരു ഗൈനക്കോളജിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ നീ എങ്ങനെ, അവർ ഇംഗ്ലീഷിലാണ് പറഞ്ഞേ, എങ്ങനെ നീ ഇതും വെച്ചോണ്ട് വീട്ടിൽ ഇരുന്നു, അതുപോലെ ശ്വാസം കിട്ടാതെ വയറ് വീർത്തു. പെട്ടെന്ന് തന്നെ അവര് സ്കാൻ ചെയ്തു. അന്നേരം ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലായി. പിന്നെ പെട്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഛർദ്ദിച്ചത്. അപ്പൊ അതൊരു വലിയ കോംപ്ലിക്കേഷനാണ്. പക്ഷെ ഒത്തിരി അങ്ങ് സീരിയസിലോട്ട് ആകുന്നതിന് മുമ്പ് വന്നുകൊണ്ട് അവർ ഒരു നാസൽ ഗ്യാസ്ട്രിക് ട്യൂബെല്ലാം ഇട്ട് മുഴുവൻ ഡ്രെയിൻ ഔട്ട് ചെയ്ത് 9 ദിവസം പിന്നെയും കിടക്കേണ്ടി വന്നു. പക്ഷെ 9 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അബ്സല്യൂട്ട്ലി നോർമലായി വെളിയിൽ വന്നു. അങ്ങനെ പിന്നെ പക്ഷെ നമുക്ക് ഒത്തിരി റെസ്റ്റ് വേണമല്ലോ. അങ്ങനെ 3 മന്ത്സോളം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞാണ് ജോലിക്ക് തിരിച്ചുപോയി. ജോലിയെല്ലാം ചെയ്ത് കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം എൻ്റെ ഈ ഇടത്ത് കൈക്ക് ഭയങ്കര വേദനയും ഒരു തരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിങ്ങനെ ഇവര് നമ്മൾ ചെല്ലുന്ന
നാട്ടിലെ പോലെ ഒന്ന് ഓടിച്ചെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ. അവര് എല്ലാ റെമഡീസും നോക്കും, സ്കാൻ ചെയ്ത് നോക്കി, അന്നേരം ഒത്തിരി പ്രോബ്ലം ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇഞ്ചക്ഷൻ വെക്കാം, ഫിസിയോതെറാപ്പി, പിന്നെ നമ്മൾ എക്സർസൈസ് എല്ലാം ചെയ്ത് കൂടിക്കൊണ്ട് പോവല്ല, കുറയുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു നിന്റെ നട്ടെല്ലിൽ നിന്ന് ഇവിടുന്ന് 3 ഡിസ്ക് റിമൂവ് ചെയ്യണം, C4, 5, 6 റിമൂവ് ചെയ്യണം. അപ്പം അത് ഈസി ആവാൻ വേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യും. അങ്ങനെ എന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുത്തെ കഴുത്തിന്റെ 3 ഡിസ്കും റിമൂവ് ചെയ്തു. അപ്പൊ മെറ്റൽ ബ്രേസ് ഇട്ടിരിക്കുകയാണ് അവിടെ. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, മൊബിലിറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ അവിടുന്ന് ദൈവം എന്നെ സഹായിച്ചു. ഇപ്പൊ കൈയുടെ വേദന എല്ലാം കംപ്ലീറ്റ് പോയി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് സമാധാനമായിട്ട് പോകുന്നു. ഇത്രയൊക്കെയാണ് എന്റെ ഹെൽത്തിനെ പറ്റിയുള്ള കാര്യം. ഞാൻ നഴ്സിംഗ് പഠിച്ച കാസർഗോഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങള് 15 പേരാണ് ഒരു ബാച്ചില്. അപ്പൊ നല്ല അന്യോന്യം ഭയങ്കര സ്നേഹം. ഞങ്ങൾ ഒരു 15 പേരും ഒരു ഹോളിലാണ് താമസിക്കുന്നത് 3 വർഷവും. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഹോളിൽ ബെഡ് ഇങ്ങനെ അടുക്കി ഇട്ട് അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാഫ് നേഴ്സ് അയക്കാൻ നമുക്ക് റൂം കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ സെറ്റപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ എനിക്കൊരു എന്റെ വീടിന്റെ അടുത്തുള്ള ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട് ഇരിട്ടി വള്ളിത്തോടാണ്. അപ്പൊ ഇരിട്ടിയിലുള്ള ഒരു കൊച്ചു എന്റെ കൂട്ടുകാരിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് നന്നായിട്ട് പഠിക്കും. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഞാൻ വലിയ എക്സലന്റ് പഠിത്തക്കാരിയല്ല. ഞാൻ പക്ഷെ ഒന്നും വായിക്കത്തില്ല, ഇങ്ങനെ കേട്ടും മനസ്സിലിരിക്കുന്ന എഴുതി അങ്ങനെയാണ് ഞാൻ ജയിക്കുന്നത്. ഒത്തിരി ഞാൻ വായിച്ചു പഠിക്കത്തില്ല. ഇവള് പക്ഷെ നല്ലതായിട്ട് വായിച്ചു പഠിക്കും. എപ്പോഴും ഇവള് ടെറസെ തലേ തുണിയിട്ടുകൊണ്ട് വരുന്നു. ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഇവള് പഠിച്ചേച്ചു വരുമായിരിക്കും. അങ്ങനെ പഠിക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്ററെ നമുക്ക് നഴ്സിംഗിന് ജൂനിയർ എക്സാം, പ്രിലിമിനറി എക്സാം, പിന്നെ ജൂനിയർ, പിന്നെ സീനിയർ എക്സാം, അതാണ് നമ്മുടെ നഴ്സിംഗ്, പണ്ടത്തെ കാര്യമാണ്. പിന്നെ മിഡ്വൈഫറിയുടെ എക്സാം വേറെയുണ്ട്. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഞങ്ങൾക്ക് ഈ നോട്ട്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്ക് ഗൈഡോ അങ്ങനെ ബുക്ക് വായിക്കോ ഒന്നുമില്ല. നമ്മുടെ ട്യൂട്ടേഴ്സ് തരുന്ന നോട്ട്സ് എല്ലാത്തിനും, സർജിക്കൽ നഴ്സിംഗ്, മെഡിക്കൽ നഴ്സിംഗ്, പീഡിയാട്രിക്സ്, ഇതിനെല്ലാം നോട്ട്സ് നമ്മുടെ ട്യൂട്ടേഴ്സ് തരും. അതാ വായിക്കുന്നത്. അത് വായിച്ചാണ് നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ പാസ്സാവും. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ എക്സാം അടുത്ത് വരിക, സീനിയർ എക്സാം. അന്നേരം എന്റെ ഈ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്ന എന്റെ കൂട്ടുകാരി, ഇരിട്ടിയിലുള്ള കൂട്ടുകാരി, അവളുടെ മെയിൻ നോട്ട്സ് കാണുന്നില്ല. അതായത് മെഡിക്കൽ നഴ്സിംഗിന്റെ നോട്ട് ബുക്ക് കാണുന്നില്ല. അന്നേരം ഇതെവിടെ പോയി? അവിടെ എല്ലാം ഞങ്ങൾ അരിച്ചു പെറുക്കി, തപ്പി കാണുന്നില്ല. അവള് കരച്ചിലെല്ലാം തുടങ്ങി. കാരണം ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ്, അവിടെ നോട്ട് കാണുന്നില്ല. പിന്നെ എക്സാം അടുത്ത് ഞങ്ങൾക്ക് സ്റ്റഡി ലീവാ. അത് കഴിഞ്ഞപ്പം നോക്കുമ്പം അവളുടെ സർജിക്കൽ നഴ്സിംഗിന്റെ നോട്ടും ഇല്ല. എല്ലാവരും വളരെ വ്യാകുലപ്പെട്ടു. തപ്പുമ്പം അവളുടെ പീഡിയാട്രിക്സിന്റെ നോട്ടും ഇല്ല. ഈ 3 നോട്ട് ബുക്കും കാണുന്നില്ല. അപ്പൊ ഞാൻ അവളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്. അപ്പൊ എനിക്കത് വലിയൊരു പ്രയാസമായി. കാരണം ആളുകൾ ഓർക്കി ഇനി ഞാൻ പഠിക്കാത്ത ഇങ്ങനെ ഉഴപ്പി നടന്നു വെച്ച് ഞാൻ അവളുടെ നോട്ട് എടുത്ത് കളഞ്ഞാണ്. അവൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് ഓർക്കുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര പ്രയാസം. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ അത് എവിടെയാ പോയ, ഒന്ന് കാണിച്ചു തരണേ ഒക്കെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കും. ഇവർക്ക് ആർക്കും ഇല്ലാത്ത പ്രയാസം എനിക്കുണ്ടായി. കാരണം ഒന്നാമത് ഞാൻ അവളുടെ കൂട്ടുകാരിയാണ്, രണ്ടാമത് ഈ കൂട്ടുകാരിയാണോ ഇനി എടുത്തതെന്ന് ആളുകൾ വിചാരിക്കുമോ എന്നുള്ള ഒരു സംശയം എനിക്ക്. അങ്ങനെ ഇരിക്കും. പക്ഷെ ഞാൻ ഞങ്ങളുടെ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ വരാന്തയിൽ ഇങ്ങനെ ഇരുന്ന് വായിക്കുമല്ലോ, ഇങ്ങനെ മനസ്സ് വ്യാകുലപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോളാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ മേളിൽ ടെറസാണ്. ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല പണി. അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഈ സ്ലാബ്സ് ഉണ്ട്. ഇങ്ങനെ ഈ നമ്മുടെ ടോയ്ലറ്റുകളാണ്, അടുക്കി ടോയ്ലറ്റാണ്. അതിന്റെ ബാക്കിൽ ഇങ്ങനെ സ്ലാബുകളുണ്ട്. അപ്പം അങ്ങനെ ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു ഈ സ്ലാബ് ഒന്ന് പൊക്കി നോക്കിയാലോ. അങ്ങനെ അത് പൊങ്ങുന്നതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ദൈവം എന്നോട് തോന്നിച്ചതെന്തോ, ഞാൻ പെട്ടെന്ന് അങ്ങ് ആരോടും പറഞ്ഞില്ല. ഞാൻ ചെന്ന് എല്ലാവരും തീവ്രമായി പഠിക്കുക. ഞാൻ ഈ സ്ലാബിൽ നിന്ന് പൊക്കി നോക്കുമ്പോൾ അതിനകത്തൊരു നോട്ട് ബുക്ക്. ഞാൻ എല്ലാവരെയും വിളിച്ചു, ഓടിവായോ ദേണ്ട് ഇവിടെ നോട്ട് ബുക്ക് കിടക്കുന്നേന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം മറ്റേ അടുത്തടുത്തുള്ള എല്ലാം പൊക്കി. ഇവളുടെ 3 നോട്ട് ബുക്കും ഈ സ്വേജിനകത്ത്, ഈ ടോയ്ലറ്റിന്റെ ഈ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിനകത്ത് കിടക്കുവാണ്. അത് പുറത്തെടുക്കണേ പോലും നമുക്ക് കൈയിട്ടെടുക്കാൻ പറ്റില്ല. അതുപോലെ അറപ്പുളവാക്കുന്ന കാര്യമാണല്ലോ. ഞങ്ങൾ കമ്പ് കൊണ്ടൊക്കെ തോണ്ടിയെടുത്ത് വെളിയിലിട്ടു. അവളുടെ മേരിക്കുട്ടിയുടെ നോട്ടുകളാണ് 3 നോട്ടും കണ്ടു. അതോടെ പഠിത്തമെല്ലാം നിന്ന് എല്ലാവരുടെയും. കാരണം ഇത് ആരെടുത്ത് ഇതിനകത്തിട്ടെന്ന് അറിയണ്ടേ. കാരണം ഞങ്ങൾ 15 പേരേ ഉള്ളൂ. ഈ ഇത്രയും നല്ല പഠിക്കുന്ന കൊച്ചിന്റെ നോട്ടുകൾ മുഴുവൻ എടുത്തിട്ടേന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും. അപ്പം ട്യൂട്ടേഴ്സിന്റെ അടുത്തൊക്കെ വിവരം എത്തി. ആരാ കണ്ടുപിടിച്ചേ? എന്നെ എല്ലാവരും അന്ന് തങ്കമണി എന്നാ വിളിക്കുന്നത്. തങ്കമണി ആണ് കണ്ടുപിടിച്ചത്. അപ്പം ട്യൂട്ടേഴ്സ് എന്നെ വർഗീസ് എന്നാ വിളിക്കുന്നത്. ഒഫീഷ്യൽ നെയിമില് എലിയാമ്മ വർഗീസ് എന്നാണ് പേര്. അപ്പം വർഗീസ് താൻ എങ്ങനെയാണോ അത് കാണാനിടയാ എന്നൊക്കെ ഇങ്ങനെ എന്നെ ഇഷ്ടമുള്ള ഒരു ട്യൂട്ടറിനോട് ചോദിക്കാനിടയായേ. അപ്പം ഭയങ്കര ടെൻഷനായി. കാരണം എനിക്ക് ഒരു കൊച്ചിനെ നല്ല സംശയമുണ്ട്. കാരണം അവള്
എപ്പോഴും ഒരു പ്രത്യേക നേച്ചറാണ് അവൾക്ക്. എന്റെ പാസ്റ്ററെ, ഞാൻ അവള് വരുമ്പോഴും പോകുമ്പോഴും മെസ്സിലിരിക്കുമ്പോഴും ഒക്കെ ഞാൻ പറയും, ഇതിപ്പം സത്യം മിസ്സുമാരുടെ അടുത്ത് ചെന്നു, മിസ് തന്നെ ഞങ്ങളോട് ഒന്ന് പറഞ്ഞു, ഇത് ചെയ്ത ആൾ ആരാണെങ്കിലും അവർ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് മേളിൽ ട്യൂട്ടേഴ്സിന്റെ പിന്നെ ഡോമിറ്ററി വന്ന് പറയണം, പറഞ്ഞില്ലെങ്കിൽ പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടി വരും, കാരണം എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ എനിക്കൊരു കൊച്ചിനെ സംശയം ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അവളെ കാണുമ്പോഴെല്ലാം ഞാൻ പറയും, ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതാണെങ്കിലും പോലീസ് വരുമ്പോൾ ചോദിക്കുമ്പോൾ അതെല്ലാം തുറന്നു പറയേണ്ടി വരും, ആരാണെങ്കിലും അത് പോയി പറയുന്നതാണല്ലേ. അപ്പം മിസ്മാരോട് ഇന്ന് മിഡ് നൈറ്റ് വരെ ടൈം ഉണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ തീരുമാനമായി ഹോസ്പിറ്റലിൽ നിന്ന്. ഇങ്ങനെ ഡയറക്ടറൊക്കെ അറിഞ്ഞു, കാരണം ഇത് വലിയൊരു ഇഷ്യൂ ആയല്ലോ. അപ്പം ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുക, ആരെങ്കിലും 12 മിഡ് നൈറ്റിന് മുന്നേ പോകുന്നുണ്ടോ. ഇങ്ങനെ എല്ലാപ്പോഴും ഞാൻ ഇവളെ കാണുമ്പോൾ എന്റെ ഒരു കുനിഷ്ടുബുദ്ധിയായിരിക്കും, ഞാൻ അവളെ കാണുമ്പോൾ വാച്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അവൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയും, ആരെങ്കിലും ചെന്ന് പറഞ്ഞു കാണുമോ എന്ന് അറിയത്തില്ല, പറയുന്നത് നല്ലതെന്നൊക്കെ ഇങ്ങനെ. കാരണം ഞങ്ങൾ മിസ്സുമാരുമായിട്ട് വലിയ ഒരു സ്നേഹബന്ധത്തിലാണ്. കാരണം ഞങ്ങളുടെ ട്യൂട്ടേഴ്സൊക്കെ ഞങ്ങളെ പോലെ തന്നെ ഒത്തിരി യങ് ആൾക്കാരാണ്. ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും യങ് ഞാനായിരുന്നു. അത് എന്റെ കാട്ടിലും മൂത്തവരൊക്കെയാണ് അധികം പേരും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പം പാസ്റ്ററെ, മിസ്സുമാര് പിറ്റേ ദിവസം ഞങ്ങളെ എല്ലാവരും ഹോളിലോട്ട് വരാൻ പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ് റൂമിലോട്ട്. അപ്പൊ ക്ലാസ് റൂമിൽ വന്നപ്പം എനിക്ക് സംശയം മുഴുവൻ ഇവരെല്ലാം ഇനി ആളി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ വർഗീസ് എങ്ങനെ ഇത് കണ്ടേന്ന് അവർ ചോദിക്കുന്നത്. അപ്പൊ ന്യായമായിട്ടും എന്റെ മേലിലോട്ട് കുറ്റം വരുമല്ലോ എന്നാണ് എനിക്ക്. അതാ ഏറ്റവും പേടി. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കൊരു ഇങ്ങനെ ഒരു സംശയരോഗം മതിയല്ലോ ആളുകൾക്ക്. എന്റെ പാസ്റ്ററെ, ആ കൊച്ചു തന്നെയായിരുന്നു ചെയ്തത്. ഞാൻ ആരെ സംശയിച്ചോ, അവളുടെ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, അവള് ചെന്ന് പറഞ്ഞു. അപ്പം മിസ്മാരെല്ലാരും വിളിച്ചു, ആളാരെന്ന് മനസ്സിലായി, പക്ഷെ നിങ്ങൾ ആരെന്നും അതാരാന്ന് അറിയണ്ട. അപ്പൊ എന്റെ ഒരു ഞങ്ങൾ 3 പേരാ കൂട്ടുകാര്. അതിലൊരാള് അവളിപ്പോ ഇവിടെ UK അവള് എഴുന്നേറ്റ് നിന്ന് പോലും, ഞങ്ങൾക്ക് അറിയണം മിസ്സേ, ഇത്രയും വലിയ ഞങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളാരെന്ന് ഞങ്ങൾക്ക് അറിയണം എന്നൊക്കെ അവൾ എഴുന്നേറ്റ്. അവളങ്ങനെ മിണ്ടുന്ന പോലെയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ മിസ്മാർ ആരാന്നൊന്നും പറഞ്ഞില്ല. പറയാതെ തന്നെ ആ കൊച്ചിന്റെ പേരന്റിനെ, ഫാദറിനെ വിവരം അറിയിച്ചു. അവര് തിരുവനന്തപുരത്തായിരുന്നു വീട്. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ആ പ്രിയ പിതാവ് നല്ലൊരു KSRTയിലെ ഉദ്യോഗസ്ഥനാ, സൂപ്രണ്ടായിരുന്നു. അമ്മ ഒരു നേഴ്സിംഗ് സൂപ്രണ്ടും. ആരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അവര് ആ അപ്പച്ചൻ, ആ പിതാവ് കാസർഗോഡ് വന്നു, എന്റെ കൂട്ടുകാരിയുടെ കൈ പിടിച്ച് മാപ്പ് പറഞ്ഞു. പക്ഷേ ഒരു ജീവിതത്തിൽ ഒരു പിതാവിന് ഒരു മക്കൾ കൊടുക്കാവുന്ന ഇത്രയും ഒരു അപമാനം ഉണ്ടായിട്ടില്ല, എന്റെ അനുഭവത്തിയില്ല. ഞാൻ ഓർക്കുക, എന്റെയൊക്കെ പിതാവിനെ എങ്ങനെ ഒരു ആശ്വാസം കൊടുക്കാന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ മകള് കാരണം ആ പിതാവ് തല കുനിച്ച് എന്റെ മോള് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയാം. അപ്പൊ ഞങ്ങളെല്ലാം കരഞ്ഞു, കാരണം നമുക്കെല്ലാം സങ്കടം വരില്ല, നമ്മുടെ പ്രായം ഒരു പിതാവ് വന്ന് മാപ്പ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തായാലും ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് എല്ലാം അവളെ, എന്റെ കൂട്ടുകാരി ഹെൽപ്പ് ചെയ്ത് അവള് നല്ലതായിട്ട് പാസ്സായി. അവൾക്ക് നല്ല മാർക്കിൽ തന്നെ ഞങ്ങളെല്ലാം നഴ്സിംഗ് പാസ്സായി. നഴ്സിംഗിന് സാധാരണ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും തോക്കത്തൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പാസ്സായി. ഇപ്പം എല്ലാവരും വിവിധ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നു. ഈ പറഞ്ഞ കൂട്ടുകാരി അവിടുന്ന് അമേരിക്കയിലാണ് ജോലി ചെയ്യുക അവിടെ. അതൊരു സംഭവം. അത് പിന്നെ എല്ലാവരും അറിഞ്ഞു, ആരാന്ന് മിസ്മാര് പറഞ്ഞില്ലെങ്കിലും ഫാദർ വന്നപ്പം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു ആരുടെ ഫാദറാ വന്നേ. അങ്ങനെ എല്ലാവരും അത് അറിയാനിടയായി. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ ടാറ്റ മെമ്മോറിയൽ ജോലി ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ടാറ്റ മെമ്മോറിയൽ ചെമ്പൂരാണ്, പറയല്ലേ, ചെമ്പൂരാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. അപ്പം 1987 to 89 ആണ് ഞാൻ അവിടെ ജോലി ചെയ്തത്. അത് ക്യാൻസറിന്റെ ഹോസ്പിറ്റലാണല്ലോ, ബോംബെയിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അന്ന് അത് സെമി സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനെ ഇരിക്കുമ്പം പക്ഷേ അവിടെ 9ാമത്തെ നിലയാണ് റേഡിയം തെറാപ്പി വാർഡ്. അപ്പം നമ്മൾ ഈ മുഴുവൻ പേഷ്യന്റ് ക്യാൻസർ ആയിട്ട് വരുന്നവരാണല്ലോ. മുഴുവൻ പേര് ഇങ്ങനെ വെളിയിൽ താമസിച്ച്, വെളിയിൽ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കിടക്കുന്ന സാധുക്കളായ മനുഷ്യർ, രാജസ്ഥാനിൽ നിന്ന് ജാട്ടുകളായ ആളുകൾ. അപ്പം നമ്മൾ ബോംബെയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വലിയ ഹിന്ദിയൊന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ അവിടെയൊക്കെ വന്ന് ഹിന്ദിയൊക്കെ പഠിച്ചതാ. അപ്പം ഒരു ദിവസം ഞാൻ 9ാമത്തെ നിലയിൽ ജോലിയാണ്. രാത്രി ഞാൻ മാത്രമേ ഉള്ളൂ, 2 പേരെ രാത്രി ജോലിയുള്ളൂ. അപ്പൊ നമുക്ക് ഒരാൾക്ക് 4 hours റെസ്റ്റും അന്നേരം ഒരാൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പം രാത്രി 1 മണിയായപ്പം ഒരു ഡോക്ടർ രാത്രി 1 മണിക്ക്, പുള്ളി ജോലിയൊക്കെ പകൽ കഴിഞ്ഞ് പോയതാണ്, പുള്ളി കയറി വരുവാണ്. പുള്ളിയുടെ പേര് ഞാൻ ഒരിക്കലും മറക്കല്ല പക്ഷേ, അങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത്. പുള്ളിയുടെ പേര് ആന്റണി ഫെറോ. പുള്ളി ഒരു ആംഗ്ലോ ഇന്ത്യൻ ഡോക്ടറായിരുന്നു. പുള്ളി 9ാമത്തെ നിലയിൽ രാത്രി 1 മണിക്ക് കയറി വന്നു. അപ്പൊ ഞാൻ ഇരുന്ന് നോട്ട്സ് ഒക്കെ എഴുതുവാൻ കണ്ട. അപ്പം അറിയോ ബിലീവർ എന്ന് ചോദിച്ചാൽ എന്നോട്. ഞാൻ കം ലെറ്റ്സ് ഹാവ് എ പ്രയർ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവാ ഒരു മുറിയിലോട്ട്. ഇങ്ങനെ സ്ക്രീനിന്റെ അകത്ത് ഇങ്ങനെ പേഷ്യൻസ് എല്ലാം കിടന്നുറങ്ങുക. ഒരു കൊച്ചു പെങ്കൊച്ച് അവിടെ ഉണ്ട്. പക്ഷേ എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ചിരിച്ചോണ്ട് ഇവരെല്ലാം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ അവർക്കെല്ലാം ഒത്തിരി ചിരിച്ച് ഞാൻ അവരെ ആശ്വസിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. അതായിരുന്നു എൻ്റെ ഒരു സ്വഭാവം. അപ്പം
ഇവളെന്നെ കാണുമ്പോ കൊച്ചു പെങ്കൊച്ച്, ഒരു 17 വയസ്സുണ്ട്, കറുത്ത് മെലിഞ്ഞൊരു കൊച്ച്, ഞെപ്പി ഞെപ്പി എന്ന് പറയും. ആന്ധ്രയിൽ എനിക്കൊന്ന് പെയിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കൈ പിടിച്ച് അവളുടെ ഇങ്ങനെ അടിവേറെ കൊണ്ടുവെക്കും. അവൾക്ക് ബ്ലാഡർ ക്യാൻസറാ. നമുക്ക് ഓർഡർ ഉണ്ട്, നമുക്ക് എപ്പം വേണം പേഷ്യൻസിന് നമുക്ക് ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കാം. 14 ഇഞ്ചക്ഷൻ നമ്മൾ കീശയിലിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാടിക്കൂടെ ഒക്കെ നടക്കുമ്പോഴേ അങ്ങനെ പെയിൻ റിലീഫ് കൊടുക്കും അവർക്ക്. എന്നിട്ട് ഈ കൊച്ചിന് ഉറങ്ങാൻ പറ്റത്തില്ല പാസ്റ്ററെ. അന്ന് ഈ ഡോക്ടറോട് ദൈവം പറഞ്ഞിട്ട് ആ കൊച്ചു പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഡോക്ടർ ആന്റണി ഫെറോ രാത്രി പുള്ളിയുടെ ഹോസ്റ്റലിൽ നിന്ന് 9ാം നില കയറി വന്നു. ഡോക്ടർ ഒരു കൈ കുഞ്ഞിന്റെ വര വെച്ചിട്ട് മറ്റേ കൈ ആകാശത്തിലോട്ട് ഉയർത്തി, യു ഹാവ് ഗോട്ട് ദ കീ ഓഫ് ദി ഹെവൻ ആൻഡ് ഹെൽ. ഇന്ന് ഞാൻ ഓർക്കുക ആ വാക്കുകൾ പറഞ്ഞ ആ ഡോക്ടർ പ്രാർത്ഥിച്ചു. നല്ലൊരു ആൻസം ഡോക്ടറാ ആന്റണി ഫെറോ, ഒരു യങ് മാനാ പുള്ളി. ഒറ്റ പ്രാർത്ഥന, ആ കുഞ്ഞ് അന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാതെ രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങി പാസ്റ്ററെ. എനിക്കത് എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കും, ഞാൻ ഈ നഴ്സിംഗിന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ആന്റണി ഫെറോയുടെ ആ ഒരൊറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ആ കുഞ്ഞ് ക്യാൻസർ മാറിയില്ല, പക്ഷെ അവള് സൗഖ്യത്തോടെ കിടന്നുറങ്ങി. അവൾക്ക് പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, അവിടുന്ന് പോയി. അങ്ങനെയാണ് ഒരുപാട് അനുഭവങ്ങൾ. അങ്ങനത്തെ പേഷ്യൻസിന്റെ വേദന കാണുമ്പോൾ നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്തതുണ്ട്. അങ്ങനെ ഒരു രാജസ്ഥാനിലാണോ ഒരു ജില്ലാ കളക്ടർ, അന്ന് ഞാൻ പ്രൈവറ്റ് വാർഡ് ജോലി ചെയ്യുമ്പോഴാണ് പാസ്റ്റർ. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയും. അന്ന് ഞാൻ ഒത്തിരി യങ്ങാണ്, ഇത്രയും പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം എനിക്ക് 22 ഇയേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം ജോലിക്ക് ചെല്ലുമ്പം ഒരു ജില്ലാ കളക്ടറാണ് പുള്ളി, ക്യാൻസർ ആയിട്ട് 4th പ്രൈവറ്റ് വാർഡിൽ അഡ്മിറ്റാ. അന്നേരം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നലെ നീ എവിടെയായിരുന്നു, നീ എന്നാ ഇന്നലെ വരാഞ്ഞെ? അപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് ഓഫായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു, നീ വന്നു കഴിയുമ്പോഴേ എനിക്കൊരു ആശ്വാസം. ഇച്ചിരി പ്രായമുള്ള ആളാണേ. അപ്പം ഞാൻ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു, പുള്ളിയെ ഹാപ്പിയൊക്കെ ആക്കി വർത്താനമൊക്കെ പറഞ്ഞ്, ഒന്നും വിഷമിക്കേണ്ട അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറയില്ല, ഹിന്ദിയിലൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോയി. പിറ്റേ ദിവസം എനിക്ക് ഓഫായിരുന്നു. പക്ഷേ ഈ പുള്ളി 9ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ജില്ലാ കളക്ടർ മരിച്ചുപോയി. കാരണം പിന്നെ കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടോ ഒന്നും കൂടെ പറയാണെന്ന് ചോദിച്ചാൽ, ഒരമ്മച്ചി, മലയാളി അമ്മച്ചിയാ. അപ്പൊ ആ പുള്ളിക്കാരി പ്രൈവറ്റ് വാർഡിൽ ഇതുപോലെ പേഷ്യന്റ് ആണ്. അപ്പൊ പുള്ളിക്കാരിയുടെ മകള് എലോപ്പ് ചെയ്തതാണ്. അപ്പം പുള്ളിക്കാരി ഞാൻ ചെല്ലുമ്പം ഈ മോളെ പോലെ തന്നെ തോന്നുകയാണ് എന്റെ മോച്ചായ ആ കൊച്ചിന്. അപ്പൊ ഈ പുള്ളിക്കാരിക്ക് എന്നെ കാത്തിരിക്കും. ഞാൻ ജോലിക്ക് നമ്മള് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും ആദ്യം. ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല പുള്ളിക്കാരിയുടെ മുഖം, ഒരു മലയാളി ഒരു അമ്മ കാത്തിരുന്നു. പിറ്റേ ദിവസം ഞാൻ അത് കഴിഞ്ഞപ്പോ എന്റെ കൂട്ടുകാരി സൗദിക്ക് പോയി, അവൾ അവിടെ തിരിച്ചു വന്നു. അപ്പൊ ഞാന് ഒരാഴ്ചത്തെ അവധിക്ക് നാട്ടിൽ പോയി. അന്ന് രാത്രി ഈ പുള്ളിക്കാരി മെന്റലായി പോയി. ആ കൊച്ചിനെ ഇപ്പൊ കൊണ്ടുപോവാ, അവളെ ഇപ്പൊ എനിക്ക് കാണണം. കാരണം ഞാൻ അവിടെ ഇല്ല. അപ്പൊ അവിടുത്തെ നേഴ്സുമാരെല്ലാം ചെന്ന് പറഞ്ഞ് പിന്നെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവർക്ക് ഭയങ്കര സങ്കടം. എന്റെ ക്വാളിറ്റീസ് അല്ല ഞാൻ പറയുന്നത്, അവർക്ക് ആ കിട്ടുന്ന ഒരു ആശ്വാസം അത് ഒത്തിരി വലുതാന്ന് ഞാൻ പറയാൻ വേണ്ടി വിചാരിച്ചതാണേ. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ പോയിട്ടും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ അനുഭവം ഒത്തിരി അപകടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനും കുഞ്ഞുങ്ങളും എന്റെ ഹസ്ബൻഡും കൂടെ ഒന്നിച്ച് എല്ലാ ആഴ്ചയും ഞങ്ങള് ഖോബാറിലെ ചർച്ചിലാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത് പക്ഷേ. അൽഖോബാറിലെ ഞങ്ങൾ താമസിക്കുന്ന കത്തീഫില ഒരു 45 മിനിറ്റ് ദൂരമുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെയും എടുത്ത് ഞങ്ങൾ ആരാധനയ്ക്ക് മുടങ്ങാതെ പോകും എല്ലാ ആഴ്ചയും. ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നത്. അപ്പൊ ഒരു ദിവസം എല്ലാ കോട്ടേജ് മീറ്റിങ്ങും വ്യാഴാഴ്ച ഈവനിങ്ങിൽ അവിടെ ഒരു വീട്ടിലാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ രാജംബാബു ആയിരുന്നു ഞങ്ങളുടെ പാസ്റ്റർ, ഒരു എഞ്ചിനീയർ രാജക്റ്റിലെ. അപ്പം ആ പ്രേയറിന് പോകുമ്പം ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിന് മേലാത്തോണ്ട് ഞാനും കുഞ്ഞുങ്ങളും വീട്ടിൽ ലാൽച്ചാൻ മാത്രം പോയി. അന്ന് പാസ്റ്റർ ഞങ്ങൾ പുറകിലുണ്ടായിരുന്നു. എന്നീ സാക്ഷ്യം പറയാൻ ഞാൻ കാണുകയില്ലായിരുന്നു. കാരണം ഒരു സൗദി പിള്ളേർ സിഗ്നൽ കാത്തിരിക്കുന്ന എന്റെ ലാൽച്ചാന്റെ വണ്ടിയുടെ പുറകിലോട്ട് സൗദി ചെറുക്കന്മാർ വണ്ടി കൊണ്ടുവന്ന് ഒരൊറ്റ ഇടി ഇടിച്ചിട്ട് ആ ബാക്ക് മുഴുവൻ തകർന്നു പോയി വണ്ടിയുടെ. ഞങ്ങൾ പുറകിൽ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും, കുഞ്ഞുങ്ങൾ 3 പേരും ഞാനും തീർന്നു പോയനെ. അങ്ങനെ അന്ന് പുള്ളിയുടെ വണ്ടി ഇങ്ങനെ ഡിവൈഡറെ കയറി പൊങ്ങി മുകളിലോട്ട് നിൽക്കുക. വണ്ടിയുടെ ബാക്ക് മുഴുവൻ പൊളിഞ്ഞുപോയി. അങ്ങനെ ആ അപകടത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അപ്പൊ ആദ്യത്തെ ആ വിമാനാപകടത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം തുടർച്ചയായി വരുന്ന ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഒത്തിരിയും വിടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ പോകുന്ന സമയത്ത് സൗദിയിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് അവിടെ ഞാൻ ചിൽഡ്രൻ പീഡിയാട്രിക് നിയോനേറ്റൽ വാർഡിലായിരുന്നു, നിയോനേറ്റൽ ICUലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഒരു നല്ല ഡോക്ടർ ഉണ്ട്. എല്ലാ സൗദി ഡോക്ടേഴ്സ് ആണല്ലോ അവിടെ. അപ്പം ഇന്ത്യൻ ഡോക്ടേഴ്സും ഉണ്ട്. അപ്പം നിയോനേറ്റൽ യൂണിറ്റിൽ അധികം സൗദി ഡോക്ടേഴ്സാണ്.
ഗേൾസും പെണ്ണും ഡോക്ടേഴ്സ്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ വളരെ വിഷമിച്ച് എപ്പോഴും നല്ല ഹാപ്പി ആവൻ. അപ്പോൾ അവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി ഭയങ്കര മൂടിയായിട്ടിരിക്കുന്നത്? അന്നേരം എന്നോട് പറഞ്ഞു, സിസ്റ്റർ എലിയാമ്മ, എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ചെന്നാ പറ്റി, എനിക്ക് എൻ്റെ വൈഫ് ഭയങ്കര പനിയായിട്ട് കിടക്കുക, ഇളയ 3 കുഞ്ഞുങ്ങളുണ്ട്, അവന് ആരുമില്ല ടേക്ക് കെയർ ചെയ്യാൻ. ഇവൻ അവധി വെച്ചിട്ട് ജൂനിയർ ആയതുകൊണ്ട് ഇവൻ അവധി കൊടുക്കുകയില്ല, ഇവൻ 48 hours ജോലി ചെയ്താലേ അവധി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇവൻ പറയാം രാത്രി ഇവന് കോൾ ഔട്ട് ആണ്, അപ്പൊ രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ താമസിക്കണം, അത് മുഴുവൻ തിരക്കായിരിക്കും, കാരണം ഇനി വരുന്ന പേഷ്യന്റ് എല്ലാം ഇവർ നോക്കണം, അവിടുത്തെ സിസ്റ്റർ അനുസരിച്ച് അങ്ങനെ പീഡിയാട്രിക്കിനെ നോക്കണം. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, ജോലി കഴിഞ്ഞ് പോകാൻ സമയമായി എനിക്ക്, ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞാണ്, പ്രാർത്ഥിച്ചെന്ന് എൻ്റെ ഓർമ്മ, അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാ. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് പോയി പാസ്റ്റേ. അപ്പൊ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് വന്നപ്പം നമ്മൾ സീനിയർ ആകുമ്പോൾ നമ്മളാണ് ഇൻചാർജ്. അപ്പൊ അവൻ എന്നെ തേടി രാവിലെ തന്നെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ രാവിലെ തന്നെ വന്നേ സൈതേന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്നോടൊരു താങ്ക് യു പറയാൻ വന്ന. എന്നാന്ന് ചോദിച്ചു. പറഞ്ഞു, നീ പ്രാർത്ഥിച്ചിട്ടേ നിന്റെ ദൈവം ഇന്നലെ രാത്രി ഒറ്റ പേഷ്യന്റ് വരാൻ അനുവദിച്ചില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അവൻ പറയുന്നത്. അവൻ രാത്രി മുഴുവൻ ഡ്യൂട്ടി റൂമിൽ കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് അവന് ഒരു പ്രയാസം ഇല്ലാതെ ഇന്ന് അവന് ജോലി ചെയ്യാൻ പറ്റും, അവന്റെ കുഞ്ഞുങ്ങളെ നോക്കാനും പറ്റും. അങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി ഉള്ളപ്പോൾ നിന്നോട് പറയാം, നീ അന്നേരം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ അത് ഡ്യൂട്ടി റൂമിലെ ഒത്തിരി സൗദി ഡോക്ടേഴ്സ്, ഈജിപ്ഷ്യൻ ഡോക്ടേഴ്സ് ഒക്കെ അല്ലേ, അവരോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇൻചാർജ് ആയിരിക്കുന്ന ഒരു ദിവസം ഒരു കുഞ്ഞിനെ ലേബർ റൂമിൽ നിന്ന് ഡിഫിക്കൽട്ട് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടെ ടൗണിൽ ഇൻറ്റിബേറ്റ് ചെയ്യാനൊക്കെ, അങ്ങനെ ഒരു കൊച്ചിനെ ഞങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും ഇൻറ്റിബേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഡിഫിക്കൽട്ടീസ് വരും. അപ്പം ഒരു ഈജിപ്ഷ്യൻ ജൂനിയർ ഡോക്ടറും ഞങ്ങളുടെ ഈ സൈദും ഞങ്ങളുടെ കൺസൾട്ടന്റും കൂടെ ചെയ്യുന്നത്. അപ്പൊ ഉടനെ സെയ്തി ചോദിച്ചു, സിസ്റ്റർ എലിയാമ്മ, യു ഡിഡ്ന്റ് പ്രേ ടുഡേ ബിഫോർ യു കം നീ വെച്ചു. അപ്പൊ ഞാൻ യെസ്, ഞാൻ പ്രാർത്ഥിച്ചു. എന്തോ ആണേലും നീ പ്രാർത്ഥിച്ചു കാണുകയല്ല, അതുകൊണ്ട് ഇത് സെറ്റിൽ ആകാൻ പറ്റാത്ത ഇങ്ങനെയുണ്ട്. അപ്പൊ ഉടനെ ഈജിപ്ഷ്യൻ ഡോക്ടർ ചോദിച്ചു, വാട്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി ഇവള് പ്രാർത്ഥിക്കുന്നോ, നീ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. അവനെ വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ സൈദ് പറഞ്ഞു, അവള് പ്രാർത്ഥിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് ദൈവനാമ മഹത്വത്തിനായിട്ട് പറയട്ടെ പാസ്റ്റേ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഡ്യൂട്ടി, ഞാൻ ഇങ്ങനെ ഡിഫിക്കൽട്ടായ 1-2 സമയങ്ങളിൽ ആ ലേബർ റൂമിലെ നഴ്സുമാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ആദിൽ പറഞ്ഞു നീ ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു ഡിഫിക്കൽട്ട് ഡെലിവറി വരുന്നുണ്ട്, കാരണം ആ കുഞ്ഞിനൊന്നും വരാതിരിക്കാൻ സിസ്റ്റർ എലിയാമ്മയോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ. അങ്ങനെ പോലും എന്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കാണ്ട് നമ്മൾ അവിടെ നിന്നും ഓപ്പണായിട്ട് പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് വരത്തില്ല, നമ്മളെ ജയിലിലിടില്ല അവിടെ. അങ്ങനെയായിരുന്നു. അങ്ങനെ ആ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത 1-2 കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് എഴുതി വെച്ചാണ് ഇത്. അതുപോലെ ഈ ജീവിതത്തിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളെ എത്ര പറഞ്ഞാലും പോരാനും ദൈവം നമ്മളെ നടത്തി. ഇത്രയും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക ഭാഷ, കാരണം ഇനി കൂടുതൽ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണേലും ബോറടിക്കും. നമ്മൾ ഇങ്ങനെ കഥ പറഞ്ഞു പോയാൽ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുക ഭാഷ. ഇത്രത്തോളം എനിക്ക് സാഹചര്യം ഒരുക്കി തന്ന ദേവദാസനും അതിന് ഇടയാക്കിയ അരോമ ടിവിക്കും നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അതുപോലെ എന്നെ ശ്രദ്ധയോടെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും ഇനി ഈ കേൾക്കുന്നവർക്കും ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത് അനേകരുടെ ജീവിതത്തിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പ്രിയ, താങ്ക് യു സിസ്റ്റർ. ഇത്രത്തോളം സമയം താങ്ക് യു പാസ്റ്റർ. ദൈവം അത്ഭുതകരമായി നടത്തിയ വഴികളെ മറന്നു പോകാതെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം കർത്താവിൻ്റെ ദാസിയെ തിരഞ്ഞെടുത്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ സ്നേഹത്തിലും കർത്താവിനോടുള്ള കൂട്ടായ്മയിലും കർത്താവിൻ്റെ പ്രത്യേക കരുതലിലും കർത്താവ് കരം പിടിച്ച് കരുതി നടത്തിയ അത്ഭുത ദിനരാത്രങ്ങൾ, അത് ദൈവസന്നിധിയിൽ നന്ദി നിന്ന ഹൃദയത്തോടെ മറക്കാതെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഈ അവസരം വിനിയോഗിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത്ഭുത വിടുതലുകൾ, അത്ഭുത രോഗസൗഖ്യം, അനർത്ഥത്തിൽ നിന്ന് മരണത്തെ മുഖാമുഖമായി കണ്ട ആ നിമിഷങ്ങളിൽ നിന്നൊക്കെ എത്രയോ അത്ഭുതകരമായിട്ട് ദൈവം വിടുവിച്ചു. ഇന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകരുവാൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും അനേക പ്രിയപ്പെട്ടവർക്ക് ധൈര്യം പകരുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മകന് ദൈവം കൊടുത്ത അത്ഭുത വിടുതൽ, അത് കേൾവിക്കാർക്ക് എത്രത്തോളം അതിൻ്റെ
ഗൗരവം മനസ്സിലായി എന്നെനിക്കറിയില്ല. എന്നാൽ അത് അനുഭവിച്ച ഒരമ്മ പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. സ്തോത്രം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്നാണ് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത്. ഒരമ്മയുടെ സ്നേഹവും കരുതലും വാത്സല്യവും ഏറ്റുവാങ്ങിയ ഒരു കുഞ്ഞ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ശരീരത്തിന് പ്രയാസമുണ്ടാകുകയും മടങ്ങി വരുമ്പോൾ അവന് പല ആവർത്തി വീണു. അവൻ്റെ ശരീരത്തിൻ്റെ കാലുകൾക്ക് ബലഹീനത ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും തുടർന്ന് പെട്ടെന്നുള്ളതായ റിക്കവറി ട്രീറ്റ്മെൻറ്റിനൊക്കെ വിധേയപ്പെട്ടു. എങ്കിലും ആ പൈതലിന് വിടുതൽ കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്. അവൻ്റെ കാലുകളെ ദൈവം ബലപ്പെടുത്തി, അവൻ്റെ അസ്ഥികളെ ദൈവം ബലപ്പെടുത്തി, അവൻ്റെ മസിലുകളെ, നരമ്പുകളെ ദൈവം ബലപ്പെടുത്തി. ഇന്ന് അതിൻ്റെ യാതൊരു സിംറ്റംസ് പോലുമില്ലാതെ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിയുന്നു. ആ രോഗം വരുന്ന പല പ്രിയപ്പെട്ടവരും മരണത്തിന് വിധേയപ്പെട്ടപ്പോൾ ഇന്ന് ആ പൈതല് സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു എന്നുള്ള ആ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ പ്രേക്ഷകരെ, പല പ്രിയപ്പെട്ടവരും സങ്കീർണമായ ജീവിതാനുഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മെ കരുതി നടത്തുന്ന, കൈവിടാത്ത, കൂടെയിരിക്കുന്ന സർവകൃപാലുവായ ഒരു കർത്താവിൻ്റെ സ്നേഹം നാം തിരിച്ചറിയുമ്പോൾ, രുചിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുവാൻ, ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ ഒരു അനുഭവമാണ് പ്രിയ തങ്കി സിസ്റ്റർ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ പങ്കുവയ്ക്കുവാനിടയായിത്തീരും. ആകയാൽ ഈ വാത്സല്യ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ നാം ഉൾപ്പെട്ടവരാണെങ്കിൽ, ഏതെല്ലാം അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, അതിനൊന്നും ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അതാണ് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അഗ്നിയിൽ കൂടി കടന്നാൽ, വെള്ളത്തിലൂടെ കടന്നാൽ, ഏത് തകർച്ചയുടെ താഴ്വരയിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും അതിനേൽപ്പിച്ചു കൊടുക്കാതെ, അതിനപ്പുറമായി നമ്മോട് കൂടെ ഇരിക്കുന്ന സ്നേഹനിധിയായ കർത്താവ് ഇന്ന് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. ആമേൻ. ആ കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ധൈര്യമായിട്ട്, ഉറപ്പോടെ ആമേൻ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഈ സമയം അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി തങ്കി സിസ്റ്റർ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥന. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അടിയങ്ങളെ ഇത്രത്തോളം കാത്ത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാനൊരു അവസരം കൂടെ ദൈവമേ അങ്ങ് ഒരിക്കൽ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ഡാനിയൽ ജോണിനെയും കുടുംബത്തെയും അവർ ചെയ്യുന്ന ഈ മിനിസ്ട്രിയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അനേകരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുന്നതിനാൽ സ്തോത്രം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷി ഉളവാക്കുന്ന അവിടുത്തെ വചനം പോലെ അനേകർക്ക് പ്രചോദനമായി തീരുന്ന സാക്ഷ്യങ്ങളെ ഈ ചാനലിൽ കൂടെ കേൾക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് പോൽക്കാലത്ത് ദൈവമേ സാക്ഷ്യം പറയുവാൻ ഏഴയായ അടിയനെയും ദൈവമേ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അത് വിടുതലും സൗഖ്യമായി തീരുവാൻ അങ്ങ് സൗഖ്യദായകനായ ദൈവമാണെന്ന്, അങ്ങ് ഏക രക്ഷകനായ ദൈവമാണെന്ന് അങ്ങിൽ ആശ്രയിപ്പാൻ അനേകരുടെ ജീവിതത്തിൽ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശേഷാൽ കർത്തദാസിനെ കുടുംബത്തെ അവരുടെ മിനിസ്ട്രിയെ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല അടിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകി തന്ന യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ആസിപ്രിയ തങ്കി സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ സമയം കണ്ടെത്തിയതിന് കർത്താവിൻ്റെ ദാസയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമഹിക്കുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ
സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഇന്ത്യൻ സമയം അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ ഓൺലൈനിലൂടെ പ്രാർത്ഥന നടത്തുന്നു. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.